നമസ്കാരം. ഞാൻ രാജലക്ഷ്മി പിള്ളൈ, കൊച്ചി ഇന്ദിരാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ നിന്ന്. ഇന്ന് നമ്മൾ പരാമർശിക്കാൻ പോകുന്നത് റവല്യൂഷൻ 1911. അതിൽ ഈ ചൈനയിലുണ്ടായ റവല്യൂഷനെ പറ്റി അല്ലെങ്കിൽ വിപ്ലവത്തിനെ പറ്റിയാണ് നമ്മൾ പരാമർശിക്കുന്നത്. ഇന്ന് 2 ചാപ്റ്ററാണ് നമ്മൾ പഠിക്കുന്നത്, ചാപ്റ്റർ 7ഉം 8ഉം. ഈ 7ാമത്തെ ചാപ്റ്ററിലാണ് ഈ വിപ്ലവം 1911 വിപ്ലവവും അതിൻ്റെ പരിണാമങ്ങളെ പറ്റിയുമാണ് നമ്മൾ പരാമർശിക്കുന്നത്. അപ്പോൾ 1911, അതായത് 1911, അതാണ് ഈ വിപ്ലവം ഉണ്ടായ, ചൈനയിലുണ്ടായ വലിയ ഒരു വിപ്ലവം ഉണ്ടായി. ഈ വിപ്ലവത്തിന് ശേഷം എന്തൊക്കെ വ്യത്യാസങ്ങൾ വന്നു, എന്തുകൊണ്ട് ആ വിപ്ലവം ഉണ്ടായി, ഇതൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ആദ്യം പരാമർശിക്കുന്നത്. 19ാം നൂറ്റാണ്ടിൽ, അതായത് ഈ പുറന്ത രാജ്യത്തിൽ വിദേശികൾ വന്ന് അവരുടെ ചൈനക്കാരുടെ സമ്പത്തുകളും ചൈനയിലുള്ള കംപ്ലീറ്റ് അവരുടെ ധനകാര്യങ്ങളൊക്കെ എടുത്തു കുറെ കഴിഞ്ഞപ്പോഴത്തേക്കും അവർക്ക് ഈ വിദേശികളോട് ഒരു സംശയം ഉണ്ടാകുന്നുണ്ട് ചൈനീസ് ഗവൺമെന്റിന്. ആ ചൈനീസ് ഗവൺമെന്റ് സംശയം, അവരുടെ ബേസിക്കലി കൺഫ്യൂഷൻ ട്രഡീഷനായിട്ട് അവർ ജീവിച്ചു വന്നവരാണ്. അപ്പൊ ഈ വിദേശ രാജ്യ നയങ്ങൾ കാരണം ഇവർക്ക് അവരോട് വിരോധം. കൂടാതെ ഈ വിദേശികൾക്ക് അവിടെ സ്ഥാപിക്കാനും അല്ലെങ്കിൽ പോർട്ട് സ്ഥാപിക്കാനും അവർക്ക് വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുത്ത് അവിടുത്തെ ലോക്കൽ ഗവൺമെന്റിനും ചൈനീസ് ഗവൺമെന്റിനോടും ജനതയ്ക്ക് ഒരു ദേഷ്യം വരുന്നുണ്ട്. ഈ ദേഷ്യത്തിന്റെ കാരണം എന്താന്ന് വെച്ചാൽ, കൂടുതലായിട്ടും കർഷകരാണ് അവിടെ ചൈനയിൽ കർഷക ജോലി. കാരണം അവിടെ നല്ല സ്ഥലവും ഒരുപാട് വെള്ളമുണ്ട്. യെല്ലോ റിവറിന്റെ വെള്ളം സമൃദ്ധിയായിട്ടുള്ളത് കൊണ്ട് അവർക്ക് കൃഷിയാണ് കാര്യം. ഈ കൃഷിക്കാർക്കാണ് ഈ കാര്യങ്ങളോടും ഇവരെ സഹായിച്ചതിനുള്ള ദേഷ്യം ഉണ്ടാവുകയും അവർക്ക് ഗവൺമെന്റിനോട് ഞങ്ങളെ സഹായിക്കുന്നതിന് പകരം വിദേശികളെ സഹായിക്കുന്നു എന്നുള്ള ഒരു തോന്നൽ കാരണം അവർക്ക് ഒരു വിരോധമുണ്ട് സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്ന ക്വിങ് ഗവൺമെന്റിനോട്. ഈ ക്വിങ് ഗവൺമെന്റിന്റെ ദേഷ്യം കാരണം അവർക്ക് കൂടുതലായിട്ടും മാനസികമായിട്ടുമുള്ള വിഷമമാണ് ഈ വിപ്ലവം പൊട്ടിപ്പുറപ്പെടാനുള്ള മെയിൻ ആയിട്ടുള്ള കാരണം. അപ്പൊ മഞ്ചു ഡൈനാസ്റ്റി എന്ന് പറയുന്ന ഡൈനാസ്റ്റിയുടെ താഴ്മയ്ക്ക് ശേഷം അല്ലെങ്കിൽ പൊട്ടിപ്പുറന്നതിന് ശേഷം അവർ ഈ പുതിയതായിട്ട് വന്ന ഒരു കാങ്ഹോയ് ഒരു 3 വിധത്തിലുള്ള റീഫോംസ്, അതായത് വ്യത്യാസങ്ങൾ, പരിണാമങ്ങൾ കൊണ്ടുവരുന്നു. ഏത് ഏരിയയിലാന്ന് വെച്ചാൽ എഡ്യൂക്കേഷൻ, പഠിപ്പ്, ആർമി, അഡ്മിനിസ്ട്രേഷൻ, ഈ 3 ഏരിയയിലാണ് വിവിധ തരത്തിലുള്ള പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്നത്. ഈ പരിഷ്കാരങ്ങളിനെ, ഈ റീഫോംസ് ഒക്കെ കോടതിയിൽ അല്ലെങ്കിൽ അവരുടെ കോർട്ടിൽ കൊണ്ടുവന്നത് സീനിയർ ഒഫീഷ്യലാണ്. ചാങ് ചി ഡുങ് ആൻഡ് യുവാൻ ഷിക്കായ്. ഇവരാണ് ഈ പരിഷ്കാരങ്ങൾ നാട്ടിൽ അല്ലെങ്കിൽ രാജ്യത്ത് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. അപ്പൊ അങ്ങനെ വന്നിട്ട് ഒരു മോഡേണൈസേഷൻ എന്നുള്ള ലെവലാണ് അവരുടെ ഉദ്ദേശം. അതായത് നമ്മൾ അത്രയും പുരോഗതിയുടെ പാതയിലേക്ക് കയറണം, അതായിരുന്നു അവരുടെ ഉദ്ദേശം. അപ്പൊ അങ്ങനെ വരുമ്പോ രണ്ടാമത്തെ, അതായത് 19ാം നൂറ്റാണ്ടിന്റെ പാതി ഭാഗം, സെക്കൻഡ് ഹാഫിൽ തുടങ്ങി എല്ലാവിധ എഡ്യൂക്കേഷൻ സിസ്റ്റം, അതായത് പഠിപ്പിന്റെ കാര്യങ്ങളിൽ വ്യത്യാസങ്ങൾ കൊണ്ടുവരാൻ വന്നു. അപ്പൊ ആദ്യമായിട്ട് അവർ കൊണ്ടുവരുന്നത് എന്താന്ന് വെച്ചാൽ, ആദ്യം എല്ലാവിധ പഠിപ്പിനെ പറ്റിയുള്ള സർക്കുലർ അയക്കുകയും അതേ കഴിഞ്ഞിട്ട് പഴയ സിസ്റ്റമായ 8 ലെഗ്ഡ് എസ്സെ വലിയ വലിയ എസ്സകൾ എഴുതുമായിരുന്നു. 8 ഷീറ്റ് എസ്സകൾ, അതൊക്കെ അബോളിഷ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് കുട്ടികള് നിർബന്ധമായും ചൈനയുടെ ഹിസ്റ്ററി, വേൾഡ് ഹിസ്റ്ററി, ജോഗ്രഫി, മാത്തമെറ്റിക്സ്, സയൻസ് ഇത് പഠിക്കണമെന്നൊരു നിർബന്ധം കൊണ്ടിരിക്കുകയാണ്. കാരണം അപ്പോൾ മാത്രമേ നമുക്ക് ബാക്കിയുള്ളവരുടെ ഗവൺമെന്റ്, ബാക്കിയുള്ള വിദേശ ഗവൺമെന്റിന്റെ ഒപ്പത്തിനൊപ്പം എത്താൻ പറ്റുള്ളൂ എന്നുള്ളതാണ് അവരുടെ അഭിപ്രായം. അതിനായിട്ട് ആദ്യമായിട്ട് തുടങ്ങിയത് എലിമെന്ററി സ്കൂളിൽ, ഓരോ ഡിസ്ട്രിക്റ്റിലും ഒരു എലിമെന്ററി ഗ്രൗണ്ട് ലെവൽ ട്യൂട്ടോറിയൽ അല്ലെങ്കിൽ ചെറിയ ക്ലാസ് 1 തൊട്ട് 5 വരെയുള്ള എലിമെന്ററി സ്കൂൾസ് തുടങ്ങി.
പിന്നെ വരുന്നത് 6 തൊട്ട് 10 വരെയുള്ള പെർഫെക്റ്റ് എന്ന് പറഞ്ഞ സെക്കൻഡറി ലെവല് സ്കൂൾ തുടങ്ങി. മൂന്നാമതായിട്ട് വരുന്നത് ഒരു കോളേജ്. ഓരോ പ്രോവിൻസിലും ഒരു കോളേജ് എങ്കിലും വേണമെന്നുള്ള നിർബന്ധം കൊണ്ടുവച്ചു. പിന്നെ 1905 ഒരു പുതിയതായിട്ടുള്ള പഴയ എക്സാമിനേഷൻ സിസ്റ്റം മാറ്റുകയും പുതിയതായിട്ടുള്ള ഒരു എക്സാമിനേഷൻ കൊണ്ടുവരികയും ചെയ്യുന്നു. അപ്പൊ അങ്ങനെ പുതിയതായിട്ടുള്ള ഈ വിപ്ലവത്തിന് ശേഷം വന്ന പരിണാമങ്ങൾ കാരണം മോഡേണൈസേഷനൊക്കെ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് അവർ ചെയ്തു പോരുന്നത്. ഇതൊക്കെ ചെയ്തെങ്കിൽ കൂടെയും ഒരു ഒരു പുതിയതായിട്ട് ഒരു ബ്യൂറോക്രാറ്റ് അല്ലെങ്കിൽ തലസ്ഥാനപരമായി റിക്രൂട്ട് ചെയ്യുമ്പോൾ അവർക്കും ഈ പരീക്ഷകൾ എഴുതുക, പഴയ എക്സാമിനേഷൻ മാറ്റി പുതിയതായിട്ടുള്ള എക്സാമിനേഷൻസ് കൊണ്ടുവച്ചു. അടുത്തതായിട്ട് നമുക്ക് നോക്കാൻ പറ്റുന്നത് മിലിറ്ററി ലെവലില്, അതായത് അവരുടെ ആർമി അല്ലെങ്കിൽ മിലിറ്ററി ലെവലിൽ എന്ത് വ്യത്യാസങ്ങളാണ് അവർ കൊണ്ടുവന്നത്. 19ാം നൂറ്റാണ്ടിൽ പുതിയതായിട്ടുള്ള ആർമികളിൽ കൊണ്ടുവന്നത് ഒരു സോൾജിയേഴ്സിന് അല്ലെങ്കിൽ ഭടന്മാർക്ക് പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ലിങ്ക് കൊടുക്കണം, അവർക്കൊരു ലോയൽ ആയിട്ടുള്ള ഒരു റീജിയണൽ ലെവലിലുള്ള ഒരു ലീഡർ നേതാവ് ഉണ്ടാവണം. ആ നേതാവിന്റെ താഴെ വേണം അവർക്ക് എല്ലാ വിധത്തിലുള്ള ട്രെയിനിങ് കൊടുക്കാൻ. അത് മാത്രമല്ല, നമ്മൾ ഇതിനു മുമ്പത്തെ ക്ലാസ്സിൽ ഞാൻ ബോക്സർ റെബല്യനെ പറഞ്ഞു. ആ ബോക്സർ റെബല്യൻ ഉണ്ടായതിനും അല്ലെങ്കിൽ ആ വിപ്ലവം ഉണ്ടായതിന്റെയും എന്തൊക്കെ തെറ്റുകളുണ്ടോ അതൊക്കെ തിരുത്തുക. എന്നിട്ട് തിരുത്തിയിട്ട് ഈ ട്രൂപ്പുകളെ, ഇപ്പോഴുള്ള ട്രൂപ്പുകളെ മിലിറ്ററി അക്കാഡമിക്സ് എന്ന് പറയും. അതായത് ഈ മിലിറ്ററിയിൽ എന്ന് വെച്ചാൽ ആയുധങ്ങൾ ഉപയോഗിക്കാനും എങ്ങനെ ഓരോ സ്ട്രാറ്റജി എന്നുണ്ട്, അത് പഠിക്കണം. അതിനാണ് മിലിറ്ററി അക്കാഡമി എന്ന് പറയാ. അവിടെ ഇവർക്ക് പഠിക്കണം. അതുകൂടാണ്ട് മിലിറ്ററി എക്സാമിനേഷൻ എഴുതണം. അത് കഴിഞ്ഞിട്ട് ഇവർക്ക് ഈ ഫ്രണ്ട് ലൈൻ, അതായത് യുദ്ധത്തിന്റെ ഫ്രണ്ട് ലൈനിൽ എങ്ങനെ വർക്ക് ചെയ്യണം, എല്ലാവിധ ട്രെയിനിങ്ങും കിട്ടാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുക. 1001 തൊട്ട് 6 വരെ യുവാൻ ഷിക്കി എന്ന് പറഞ്ഞ ഒരു നേതാവാണ് വളരെ റീഫോംസിനെ പറ്റി, അതായത് മിലിറ്ററി റീഫോമിനെ പറ്റി വളരെ കാര്യമായിട്ട് അവർക്ക് പറഞ്ഞു കൊടുത്തു. അതിൽ ആദ്യമായിട്ട് ചെയ്യുന്ന എന്താ വെച്ചാല് ഒരു നോർത്തേൺ ആർമി, അല്ലെങ്കിൽ 1905 ഇത് ഉണ്ടാക്കുന്നത്. 6 ഡിവിഷനുള്ള ഒരു നോർത്തേൺ ആർമി ഉണ്ടാക്കുന്നു. ഈ 6 ഡിവിഷനിൽ കൂടെ ഇവർക്ക് പുതിയതായിട്ട് വന്നിട്ടുള്ള പടക്കോപ്പുകൾ ഉപയോഗിക്കാനുള്ള കാര്യങ്ങൾ, പിന്നെ പുറത്ത് പോയി ട്രെയിനിങ് എടുത്തിട്ടുള്ള ലീഡേഴ്സ്, അങ്ങനെയുള്ള ലീഡേഴ്സിനെ കൊണ്ടാണ് ഈ മിലിറ്ററി അക്കാഡമിയിൽ അവരെ ഇൻസ്ട്രക്ടറായിട്ട് കൊടുക്കുക. ഇൻസ്ട്രക്ടർ എന്ന് പറഞ്ഞാൽ പഠിപ്പിക്കുന്ന ആള്, ട്രെയിനർ എന്നർത്ഥം. അതുകൂടാണ്ട് ജാപ്പനീസിന്റെ മിലിറ്ററി ഇൻസ്ട്രക്ടേഴ്സ്, ജപ്പാൻ കൺട്രിയുടെ മിലിറ്ററിനെ പരിശീലിപ്പിക്കുന്ന ഇൻസ്ട്രക്ടറെ കൊണ്ടുവരികയും അവരെ കൊണ്ടും ഇവിടെ ട്രെയിനിങ് കൊടുപ്പിച്ചു. അപ്പോൾ ഈ കുറച്ച് കാര്യമായിട്ട് പറഞ്ഞാൽ കാര്യമായിട്ട് അവർ ചെയ്തിട്ടുണ്ടെന്ന് തന്നെയാണ് അർത്ഥം. പിന്നത്തെ മൂന്നാമത്തെ ചേഞ്ച് വരുന്നത് അഡ്മിനിസ്ട്രേഷനും ഇൻസ്റ്റിറ്റ്യൂഷണൽ ലെവലിലാണ്. അപ്പൊ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ ഏതൊക്കെ വിധത്തിൽ കമ്പൽസറി ആയിട്ട് ഈ ചൈനീസിനും മഞ്ജൂസിനും ഫേവറിറ്റിസം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. അങ്ങനെ പാടില്ല എന്നുള്ള ഒരു അഭിപ്രായം കൊണ്ടുവരുന്നു. കൂടാതെ അവിടെ നാഷണൽ യൂണിറ്റി കൊണ്ടുവരാൻ വേണ്ടി ക്വിങ് എന്താ ചെയ്ത വെച്ചാൽ ഒരു പാർലമെന്ററി പൊളിറ്റിക്കൽ സിസ്റ്റം, അതിന്റെ ഒപ്പത്തോടൊപ്പം പാർലമെന്ററി സിസ്റ്റം കൊണ്ടുപോകണം. അങ്ങനെയാണ് അവരുടെ അഭിപ്രായം വന്നത്. അതായത് അതിന്റെ അർത്ഥം എന്താ വെച്ചാല് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ റീഫോംസ് കൊണ്ടുവരിക, ഭരണഘടനാ വിധത്തിലുള്ള ഒരു വ്യത്യാസങ്ങൾ കൊണ്ടുവരിക. അങ്ങനെ കൊണ്ടുവന്നിട്ട് മീജി റീഫോംസ് എന്നാണ് അതിന് പറയുന്നത്. ഒരു DIET എന്ന് പറയും. അതിന് DIET എന്ന് പറഞ്ഞാൽ ഒരു കൗൺസിൽ മാതിരി ഒന്ന് ഉണ്ടാക്കുക. അതിൽ ആൾക്കാരുടെ എംപററും അല്ലെങ്കിൽ രാജാവും വേറെ ആൾക്കാരും ഒക്കെ ജോയിൻ ചെയ്തിട്ട് അതിന്റെ കൂടെ ആൾക്കാരെ, അതായത് നയതന്ത്രപരമായ വിവരങ്ങൾ അറിയാവുന്നവരെ ഈ ഡയറ്റിലെ മെമ്പേഴ്സ് ആക്കി അവരുടെ അഭിപ്രായങ്ങൾ കൂടെ മാനിച്ചുകൊണ്ടായിരിക്കും ഈ കമ്മീഷൻ മുന്നിലേക്ക് പോവുക. അപ്പോ 1907 ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഗവൺമെന്റിന്റെ സെറ്റപ്പ് കമ്മീഷൻ ഉണ്ടാക്കി എടുത്തു. അപ്പൊ ഇങ്ങനെ വന്ന ശേഷം അതിനുശേഷമാണ് പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റ് കൊണ്ടാക്കുക, അതായത് ജനാധിപത്യത്തിൽ കൊണ്ടുപോകാനായിട്ട്. അപ്പൊ ഇങ്ങനെ അസംബ്ലിയും പ്രൊവിൻഷ്യൽ അസംബ്ലിയും ഉണ്ടാക്കി കഴിഞ്ഞ ശേഷം 1008 എല്ലാത്തിനും ഒരു ചേഞ്ചസ് കൊണ്ടുവരികയും ലോക്കൽ സെൽഫ് ഗവൺമെന്റ്, അതാത് സ്ഥലങ്ങളിൽ ഉള്ള അവർക്ക് ഒരു ഭരണത്തിനുള്ള
ചിട്ടകൾ ഉണ്ടാക്കി ആ ചിട്ടകൾ വഴി അതാത് സ്ഥലത്ത് അവർ തന്നെ ഭരിക്കുക എന്നുള്ളതാണ് അതിന്റെ ഉദ്ദേശം. അപ്പൊ ഇങ്ങനെ വന്ന് അതിനുശേഷം നമ്മൾ കാണുന്നത് എന്താ വെച്ചാല് ക്വിൻസി എംബറർ മരിച്ചു പോവുകയും പെട്ടെന്നൊരു എംബറർ മരിച്ചുപോയ ശേഷം പെട്ടെന്നൊരു സക്സസർ അടുത്ത അനുയായി വരികയും ചെയ്തു. അതിന് അങ്ങേരെ പ്രിൻസ് ജൂണിന്റെ റീജന്റ് ആയിട്ട് ഇരിക്കുന്നു. ഇതിനുശേഷം നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു അഡ്വൈസർ കിങ്ങിന്റെ അഡ്വൈസർ ആയിരുന്ന ഷുവാൻ കായി തിരിച്ചു വന്ന് ഇവിടെ ഒരു റീഫോംസിന് ഒരു സപ്പോർട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ സപ്പോർട്ടിൽ അല്ലെങ്കിൽ ഈ റിഡക്ഷൻ ഇമ്പീരിയൽ സോവർണിറ്റി എന്ന് പറയാം, അതിനെ ഒന്ന് കുറച്ചുകൊണ്ട് നമ്മളുടെ രാജ്യത്തിന്റെ പവറ് നമ്മളുടെ കയ്യിലുള്ള ലോക്കൽ ആയിട്ടുള്ളവരുടെ കയ്യിലും പ്രൊവിൻഷ്യൽ ലെവലിലുള്ളവരുടെയും കയ്യിൽ കൊടുക്കാനാണ് അവരുടെ ഉദ്ദേശം. അപ്പോൾ അങ്ങനെ വന്ന ശേഷം ഈ ക്വാളിഫിക്കേഷൻ ഇതൊക്കെ നോക്കി നടത്തിക്കാനായിട്ട് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർ വേണം. ആ ആൾക്കാര് അവർക്ക് ഈ ബൾക്കായിട്ടുള്ള പോപ്പുലേഷൻ അല്ലെങ്കിൽ ജനതയ്ക്ക് അവർക്ക് വോട്ടവകാശമില്ല. അപ്പൊ ഒരു വോട്ടവകാശം വോട്ടിന് വേണ്ടി നിൽക്കണം എന്നുണ്ടെങ്കിൽ ഒരു കാൻഡിഡേറ്റ് ആവണം എന്നുണ്ടെങ്കിൽ അതിന് ഒന്നില്ലെങ്കിൽ അവർ ഗ്രാജുവേറ്റ് ആയിരിക്കണം, ഗ്രാജുവേഷൻ കോളേജ് പഠിച്ചവർ, അല്ലെങ്കിൽ 5000 ടെയിൽസിന്റെ അവരുടെ സമ്പത്ത് വേണം, ആനുവൽ സമ്പത്ത് വേണം. അങ്ങനെ ഓരോ ജനതയ്ക്കും ഓരോ കാൻഡിഡേറ്റിനും അവര് ഓരോ എലിജിബിലിറ്റി ഫിക്സ് ചെയ്യുന്നു. ഈ മെമ്പർഷിപ്പിന്റെ കൂടെ അവരുടെ അപ്പർ ജനറി അല്ലെങ്കിൽ മേൽക്കോയ്മയുള്ള ഒരു കുടുംബത്തിൽ ജനിച്ചവരായാലും കുഴപ്പമില്ല. അപ്പൊ ഇങ്ങനെ ഓരോന്നിനും അവര് ഓരോ കണ്ടീഷൻസ് കൊണ്ടുവന്ന് അതിനെ ലിമിറ്റ് ചെയ്ത് എന്താ പറയാ നമ്മള് ഈ അസംബ്ലിനെ അവരുടെ സെന്ററാണ്, ഒപ്പോസിഷന്റെ സെന്റർ ആക്കി കൊണ്ടുവന്നു. ഇനി ഇതിൽ കൂടാണ്ട് 1910 ഫെബ്രുവരിയിൽ പിക്കിങ്ങിലെ ആൾക്കാർ പെട്ടെന്ന് തന്നെ പാർലമെന്റിനെ മാറ്റണം എന്നുള്ള ഒരു ഉദ്ദേശം വരും. 1910 ഒക്ടോബറിൽ ഒരു നാഷണൽ അസംബ്ലിയുടെ മീറ്റിംഗ് നടത്തുകയും ആ മീറ്റിംഗ് വഴി അവര് പ്രിൻസ് ചുവാൻ എന്നാണ് പേര്, അങ്ങേരെ അടുത്ത് പ്രോപ്പർ ആയിട്ടുള്ള പാർലമെന്റ് ഇല്ല എന്നുള്ളതിനെ പ്രഷറൈസ് ചെയ്യും. ഒരു ഇൻട്രീം ഗവൺമെന്റ്, അതായത് തൽക്കാല ഗവൺമെന്റ്, അതാണ് ഇൻട്രീം മെഷർ എന്ന് പറയാ. തൽക്കാല ഗവൺമെന്റിനെ 1911 ഉണ്ടാക്കുകയും ചെയ്തു. അതിൽ ഉണ്ടായിരുന്ന ആൾക്കാർ മുഴുവനും പ്രിൻസുമാരും മഞ്ജു ഡൈനാസ്റ്റിയുടെ നോബിൾസുമായിരുന്നു. അപ്പോഴത്തേക്കും ഇത് ഉണ്ടാക്കിയെടുത്ത് വരുമ്പോഴത്തേക്കും തന്നെ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് ആൾക്കാരുടെ ഈ വിപ്ലവകരമായ വിചാരങ്ങൾ കാരണം ഈ വിപ്ലവം 1911 വിപ്ലവം പൊട്ടിപ്പുറപ്പെടാൻ പല സ്ഥലത്തും പൊട്ടിപ്പുറപ്പെടാൻ തുടങ്ങി. അപ്പൊ ഈ വിപ്ലവങ്ങൾ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് ഇലക്ഷൻ ഒന്നും നടത്താനും പറ്റില്ല, അവർ വിചാരിക്കുന്ന മാതിരി കൊണ്ടുപോകാനും പറ്റില്ല. അതിനുശേഷം സംസ്ഥാനത്തിന്റെ സ്റ്റേറ്റിന്റെ ധനപരമായ കാര്യങ്ങളിലും ഫോറിൻ എക്സ്ചേഞ്ചിലും അതായത് വിദേശ കാര്യങ്ങളിലും ഉള്ള ഇൻട്രസ്റ്റ് കൂടുകയും അവരുടെ 20ാം നൂറ്റാണ്ടാവുമ്പോഴത്തേക്കും പുറം രാജ്യങ്ങളിൽ നിന്നുള്ള ഇൻവെസ്റ്റ്മെന്റ് ഇവിടെ കൂടി വരുന്നു. അപ്പോൾ ഈ പണം ഇവിടെ കൊണ്ടുവന്ന് അവർ ചൈനീസ് ഗവൺമെന്റിൽ അല്ലെങ്കിൽ ചൈനീസ് മോഡേണൈസേഷൻ വേണ്ടിയിട്ട് ഈ പുറം രാജ്യങ്ങളിൽ വരുന്നവർ, അതായത് വിദേശികൾ ചെയ്തത് എന്താ വെച്ചാല് ആദ്യമേ റെയിൽവേ കൺസ്ട്രക്ഷൻ ചെയ്തു, പിന്നെ മൈനിങ് ഉണ്ടാക്കി, പിന്നെ ബാക്കിയുള്ള ഇൻഡസ്ട്രിയൽ അതായത് കമ്പനികൾ ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇവിടെ സ്റ്റിമുലേഷൻ കിട്ടുന്നത് ഇവിടത്തെ അല്ലെങ്കിൽ ചൈനീസ് ഗവൺമെന്റിന് അല്ലെങ്കിൽ ചൈനീസ് പരാതിക്കാർക്കും അവരൊരു ബാങ്ക് ഉണ്ടാക്കുകയും ചെയ്തു. മോഡേൺ ബാങ്ക് ആദ്യമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. കമേഴ്സ്യൽ ബാങ്ക്, ചൈനയുടെ ആദ്യത്തെ കമേഴ്സ്യൽ ബാങ്ക് 1897 ദ ഹബ് ബാങ്ക് എന്നാണ് പേര്. അതും പിന്നെ അടുത്തതായിട്ട് ബാങ്ക് ഓഫ് കമ്മ്യൂണിക്കേഷൻസ് എന്ന് പറയും, അത് 1907 ഉണ്ടാക്കുന്നത്. അപ്പൊ ഇങ്ങനെ കൊണ്ടുവന്ന് വരുമ്പോൾ ഒരു പ്രൈവറ്റൈസേഷൻ അല്ലെങ്കിൽ പ്രൈവറ്റ് കോർപ്പറേഷൻ ലെവലിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ 227 കമ്പനികൾ, അതായത് 1908 227 കമ്പനികളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് മിനിസ്ട്രിയിൽ. ആ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് മിനിസ്ട്രിയിലും ഏതൊക്കെ മിനിസ്ട്രിയാണ്? ഇൻഡസ്ട്രിയിലും അഗ്രികൾച്ചറിലും കോമേഴ്സിലാണ് രജിസ്ട്രേഷൻ നടന്നിട്ടുള്ളത്. അപ്പോ മോഡേൺ ആയിട്ട് പതുക്കെ അവർ കയറി വരുന്നു. അതിന്റെ കൂടെ ഈ
ഭരണാധികാരികളിലും അതേമാതിരി വ്യവസായികളിലും ഉള്ള വിശ്വാസം കുറഞ്ഞും പോകുന്നു. അപ്പോൾ ഈ ചൈനയുടെ എക്കോണമി അല്ലെങ്കിൽ ഓട്ടോണമി ഒന്ന് പവർഫുൾ ആയിട്ട് എടുക്കാനാണ് അവരുടെ ശ്രമം. ഇപ്പൊ ഗവൺമെന്റ് ഒരു ഒപ്പോസിഷനും കൊടുക്കാണ്ട് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് വരുന്ന അവർക്ക് വാർ ഇൻഡെമിനിറ്റി, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ് വാർ ഇൻഡെമിനിറ്റി. അതായത് എന്തുകൊണ്ട് ഈ യുദ്ധമുണ്ടായോ, ആ യുദ്ധത്തിന്റെ യുദ്ധമുണ്ടായതിനുള്ള നഷ്ടപരിഹാരം, അതാണ് ഇൻഡെമിനിറ്റി എന്ന് പറയാം. ഇതിന് ബോക്സർ പ്രോട്ടോകോൾ പ്രകാരം അവർക്ക് ഇൻഡെമിനിറ്റി കൊടുക്കണം. ചൈന ഇൻഡെമിനിറ്റി കൊടുക്കുമ്പോൾ 224 മില്യൺ ആണ് അവർ കൊടുക്കേണ്ടത്. 1902 1910 ഇടയിൽ 224 മില്യൺ ടെയിൽസ് ആണ് അവര് ചൈനയ്ക്ക് ഇൻഡെമിനിറ്റി ആയിട്ട് പണിഷ്മെന്റ് ആയിട്ട് കൊടുക്കേണ്ടത്. അപ്പൊ ഇവരുടെ ആനുവൽ ബഡ്ജറ്റ് തന്നെ 90 മില്യൺ ടെയിൽസ് ആണ്. അപ്പൊ എങ്ങനെയാണ് 224 കൊടുക്കുക? അപ്പോൾ ഇവിടെ കൂടുതലായിട്ട് അവര് ഫോറിൻ ലോൺസ് എടുക്കുമ്പോഴത്തേക്കും ആ ലോൺ മേടിക്കുമ്പോൾ അവരുടെ ഗവൺമെന്റിന് ഒരുപാട് ധനനഷ്ടങ്ങളും അവരുടെ ക്രൈസിസ് ഉണ്ടാവും. അതായത് ക്രിട്ടിക്കൽ ആയിട്ടുള്ള ക്രൈസിസ് ഉണ്ടാവും. ആ സമയത്ത് ക്രിട്ടിക്കൽ ആയിട്ടുള്ള ക്രൈസിസ് വരുമ്പോഴത്തേക്കും ഡെഫിനറ്റ് ആയിട്ട് അതിനെ എതിർക്കാൻ ഫോഴ്സസ് വരും. അതായത് സോഷ്യൽ ആയിട്ടുള്ള ആൾക്കാർ ഇതിനെ ഗവൺമെന്റിന്റെ നഷ്ടം അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ കഴിവില്ലായ്മയെ എതിർത്തുകൊണ്ട് ആൾക്കാർ വരാൻ തുടങ്ങി. ചെറിയ ചെറിയ ആൾക്കാരും ബിസിനസ്സുകാരും ബ്രോക്കേഴ്സും അവര് ഇറങ്ങാനും അവര് ചൈന ഗവൺമെന്റിനെ പരിഹസിക്കാനും അവരെ പറ്റി എന്തുകൊണ്ടാണ് ഇവര് പുറം വിദേശികൾക്ക്, വെസ്റ്റേണിൽ നിന്ന് വന്നിട്ടുള്ള വിദേശികൾക്കും ജാപ്പനീസ് ബിസിനസ്സുകാർക്കും നിങ്ങൾ സഹായിക്കുന്നതെന്നുള്ള ഒരു ക്വസ്റ്റ്യൻ അവിടെ വരുന്നു. ഇതിന്റെ കൂടെ അതേസമയം തന്നെ ഇവിടെ പതുക്കെ ആൾക്കാർ പഠിച്ച് അവർക്ക് ഒരു നാഷണലിസ്റ്റ് ഫീലിംഗ് ഉണ്ട്. അതായത് സ്വന്തം രാജ്യം എന്നുള്ള ആ ഫീലിംഗ് വരുന്നു. ആ സ്വന്തം രാജ്യം എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലും ബ്രിട്ടീഷ് ടൈമിൽ നമുക്ക് നാഷണലിസം എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം ഡെവലപ്മെന്റ് ഉണ്ടായി. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കുന്ന സാധനങ്ങൾ ഉപയോഗിക്കുക, പുറം രാജ്യത്തു നിന്ന് കൊണ്ടുവരുന്ന സാധനങ്ങൾ ബഹിഷ്കരിക്കുക. അപ്പൊ അങ്ങനത്തെ ഒരു സിസ്റ്റം ഇവിടെയും കൊണ്ടുവന്നു. ബോയ്ക്കോട്ട് ചെയ്യുക. 1905 1907 ബോയ്ക്കോട്ട് ചെയ്യാൻ തുടങ്ങി. കൂടാണ്ട് ബ്രിട്ടീഷ് ചൈനീസ് കോർപ്പറേഷൻ എന്നുള്ള അവര് റെയിൽവേ ലൈൻസ് ഉണ്ടാക്കുകയും മെർച്ചന്റിനും കൂലീസിനും. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ ഒരു ആന്റി ഫോറിൻ സെന്റിമെന്റ് അല്ലെങ്കിൽ വിദേശികളോടുള്ള വിദ്വേഷം എന്ന് പറയാം. ഈ വിദേശികളോടുള്ള വിദ്വേഷമാണ് ഈ ഗവൺമെന്റിനോട് കൂടുതലായിട്ടും. എന്തുകൊണ്ടാണ് ചൈനീസ് ഗവൺമെന്റ് അവരെ സപ്പോർട്ട് ചെയ്യുന്നത്? നിങ്ങൾക്ക് കഴിവില്ലാഞ്ഞിട്ടല്ലേ അവർ നമ്മളെ മുതലെടുക്കുന്നത് എന്നുള്ള ഒരു തോന്നല് അവർക്ക് വന്നു. അങ്ങനെയാണ് ഈ നാഷണലിസം, മനസ്സിൽ സ്വന്തം നാട്ടിൽ സ്വന്തം കാര്യങ്ങൾ ചെയ്തു പഠിക്കുക എന്നുള്ള ഒരു തോന്നൽ വരുന്നത്. ഇനി 20ാം നൂറ്റാണ്ടിൽ ആ കുറെ യങ് ആയിട്ടുള്ള ആൾക്കാര്, അതായത് യൂത്ത്, ചോരത്തിളപ്പുള്ള യങ്സ്റ്റേഴ്സ് എല്ലാരും കൂടെ അവരെന്താ ചെയ്ത് മിലിറ്ററിയാണ് അവരുടെ ജോലിയായിട്ട് എടുക്കുന്നത്. അപ്പൊ മിലിറ്ററി കരിയർ എടുത്തു കഴിഞ്ഞപ്പോൾ അവര് പേനയൊക്കെ വലിച്ചെറിഞ്ഞ് വാളെടുത്ത് അവര് എങ്ങനെ നമ്മുടെ രാജ്യത്തിനെ സ്വയരക്ഷയ്ക്ക് ജയിക്കാൻ പറ്റുന്നുള്ളതായിരുന്നു അവരുടെ ഉദ്ദേശം. അങ്ങനത്തെ അക്കാഡമീസ്, അതായത് വാളുകൊണ്ടും പരിചയ കൊണ്ടും അല്ലെങ്കിൽ മിലിറ്ററി കോപ്പുകൾ ഉപയോഗിക്കാനുള്ള അക്കാഡമി ഉണ്ടാക്കുകയും ആ സ്കൂളുകൾ വഴി അവര് ജനറലായിട്ട് കൺഫ്യൂഷ്യൻ പഴയ അവരുടെ സ്കോളർഷിപ്പ് കൊടുത്ത് അല്ലെങ്കിൽ കൺഫ്യൂഷൻ തിയറി പ്രാക്ടീസ് ചെയ്യാനും വേണ്ടിയിട്ട് അവര് ശ്രമിക്കുന്നു. അപ്പൊ ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഈ ചാലഞ്ചസ് ഒക്കെ ഗവൺമെന്റ്, സ്വന്തമായിട്ടുള്ള ഗവൺമെന്റ് മാത്രമല്ല പുറം രാജ്യത്തിൽ നിന്ന് വന്ന വെസ്റ്റേൺ ഗവൺമെന്റും ജാപ്പനീസുകാരും ഇവരോട് ഫേസ് ചെയ്യേണ്ടി വരികയാണ്. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഈ വിരോധം ആരുടെയൊക്കെ മനസ്സിലുണ്ട്? കച്ചവടക്കാരുടെ മനസ്സിലുണ്ട്, സോൾജിയേഴ്സിന്റെ മനസ്സിലുണ്ട്, അതായത് ഭടന്മാരുടെ മനസ്സിലുണ്ട്, സ്റ്റുഡൻസിന്റെ മനസ്സിലുണ്ട്. ഇവർക്കൊക്കെ ഒരു ഇറിറ്റേഷൻ ഉണ്ട് ഈ ഗവൺമെന്റിനോട്. അപ്പൊ എല്ലാരും കൂടെ ജോയിൻ ചെയ്ത്, കൂടാണ്ട് കർഷകർക്കും ഉണ്ട്. അപ്പൊ ഇവരെല്ലാം കൂടെ ഒരു വലിയൊരു ലാർജ് സ്കെയിലിൽ ഒരു വിപ്ലവം പൊട്ടിപ്പെടുത്തുന്നു. അതിന് തൈപ്പേയിൽ നിന്നും ബോക്സേഴ്സ് നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന മാതിരി തന്നെ ലോവർ മിഡിൽ യാങ്ടിസി റീജിയനിലാണ് വരുന്നത്.
ഇവിടെ നമുക്ക് കാണാൻ പറ്റും സീക്രട്ട് സൊസൈറ്റി ഉണ്ടാക്കുകയാണ്. സീക്രട്ട് സൊസൈറ്റി എന്ന് വെച്ചാൽ പുറത്ത് അറിയില്ല, വളരെ സൗമ്യമായിട്ട് അല്ലെങ്കിൽ നമുക്ക് അറിയാൻ പറ്റുന്ന വിധത്തിൽ അവര് മീറ്റിംഗ് നടത്തുകയും ആ സീക്രട്ട് സൊസൈറ്റികളെ എങ്ങനെയാണ് ഗവൺമെന്റിന്റെ അടുത്ത് എതിർക്കേണ്ടതെന്ന് ഡിസിഷൻ എടുക്കുകയും ചെയ്യുന്നു. അപ്പൊ അങ്ങനെ എടുത്തിട്ടാണ് ഇവര് പലവിധ കാര്യങ്ങളും ഈ ഗവൺമെന്റിനോടുള്ള വെറുപ്പിനെ പ്രദർശിപ്പിക്കുന്നത്. 11th സെഞ്ച്വറിയില് കൂടുതലായിട്ടുള്ള അപ്പർ ക്ലാസ്സുകാരും സ്ട്രോങ് ആയിട്ടുള്ള ബിസിനസ്സുകാരും ഇത് പതുക്കെ ഇതിലേക്ക് ജോയിൻ ചെയ്യാൻ തുടങ്ങി. മർച്ചന്റ് അതേമാതിരി ഒരു വലിയ വലിയ പണക്കാരും കൂടെ ഇതിലേക്ക് വരികയും ചെയ്തു. ഇതിനുശേഷം ഈ അജിറ്റേഷൻ അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഇവരുടെ മാനസികമായിട്ടുള്ള തെറ്റ് അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള വിരോധം മൈനിങ്ങിലും റെയിൽവേ കൺസെഷനിലും എല്ലാം കാണാൻ പറ്റി. അപ്പൊ ഇവിടെ എങ്ങനെയാന്ന് വെച്ചാല് ഈ എല്ലാവിധ ധനപരമായതും പൊളിറ്റിക്കലായിട്ടുള്ളതിലും ഒക്കെ എതിർക്കുക. അതേമാതിരി സീനിയർ ആയിട്ടുള്ള ബ്യൂറോക്രാറ്റ്സിന് അവർക്ക് സപ്പോർട്ട് കൊടുക്കുക. 1890 സാങ് ഡാങ് സീനിയർ ആയിട്ടുള്ള ഒരു ക്വിങ് ഓഫീഷ്യലാണ്. അയാള് അമേരിക്കൻ കമ്പനിയുടെ റൈറ്റ് ഉണ്ട്. ഈ അങ്ങേരെ കൊണ്ട് ഈ ഹാങ്കോ കാന്റോൺ റെയിൽവേ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഈ റെയിൽവേ വന്ന ശേഷം ഈ സപ്പോർട്ട് കിട്ടുന്നത് ഹുബി, ഹുനാൻ ആൻഡ് ട്വാങ് ജെൻട്രി, ഈ 3 ഗ്രൂപ്പുകാർക്കാണ്. അപ്പൊ പ്രൊവിൻഷ്യലായിട്ട് ഷാൻഹായ് ഒരു ടൈമില് ഹോസ്റ്റിലിറ്റി ഉണ്ടെങ്കിൽ കൂടെയും നാഷണലൈസ് ചെയ്ത റെയിൽവേ ലൈനിലെ നാഷണലൈസ് ചെയ്തത് 1911. ഇതിന് ലാർജ് ആയിട്ടുള്ള കോൺട്രാക്ട് ഒരു ഫോറിൻ ബാങ്കിങ് സിൻഡിക്കേറ്റ് തന്നെ ഉണ്ടാക്കി. ആ സിൻഡിക്കേറ്റ് വഴിയാണ് ഈ ചൈനീസ് നാഷണൽ ഇൻട്രസ്റ്റിനെ പുരോഗതിപ്പെടുത്താനും അവർക്ക് വേണ്ട പ്രോത്സാഹനങ്ങൾ കൊടുക്കാനും ചെയ്യുന്നു. അതുകൂടാണ്ട് നമുക്ക് കാണാൻ പറ്റും ഒരു പാട്രിയോട്ടിസം എന്ന് പറയാം. പ്രൊവിൻഷ്യലായിട്ട് ആർമി ഉണ്ടാക്കുക, എക്കോണമി ഉണ്ടാക്കുക, ഇതിനെ റെവല്യൂഷൻ എന്ന് പറയുക. അങ്ങനെ ചൈനീസിന്റെ നാഷണലിസമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ചൈനീസിന്റെ നാഷണലിസം 20ാം നൂറ്റാണ്ടിൽ കുറച്ചുകൂടെ ഒരു ഷേപ്പായിട്ട് വളർന്നു. അത് ഷേപ്പായിട്ട് വരുന്നത് 2 കാര്യങ്ങളാണ്. ഒന്ന് ആന്റി മഞ്ജൂയിസം, 2 ആന്റി ഇമ്പീരിയലിസം. അപ്പൊ മഞ്ജൂസ് എന്ന് പറയുന്ന ഗ്രൂപ്പ് 1644 പവറിൽ വരികയും അവര് അവിടെ തന്നെ കുറെ കാലം ഭരിക്കുകയും ചെയ്യുന്നു, സർവൈവൽ. അപ്പൊ മഞ്ചൂറിയ അവരുടെ ഹോംലാൻഡ് ആണ്. അവിടെ നിന്ന് ഇമിഗ്രേഷൻ അല്ലെങ്കിൽ സിവിലും മിലിറ്ററി അഡ്മിനിസ്ട്രേഷനൊക്കെ അവർ റിസർവ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. മഞ്ജു അതോറിറ്റി സോഷ്യൽ പ്രാക്ടീസിൽ ലോങ് ആയിട്ടുള്ള ഒരു വർഷങ്ങളോളം അവർ ഭരിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ വന്ന ശേഷം ഈ ചൈനയുടെ പൊളിറ്റിക്കലും സോഷ്യൽ പ്രാക്ടീസിനെ ഒന്ന് കൺഫ്യൂഷൻ തിയറിയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമമാണ് അവിടെ കാണുന്നത്. ഇതിനുശേഷം ഇവര് ഈ ചൈനീസിന്റെ ബ്യൂറോക്രസി അല്ലാണ്ട് ഈ ഒന്ന് ഒതുക്കാനും എന്തുകൊണ്ട് അത് പറ്റുന്നില്ല, എന്തുകൊണ്ട് അത് വീക്കായി പോകുന്നു എന്ന് അവർ ആലോചിക്കാൻ തുടങ്ങി. അപ്പോൾ ആന്റി മഞ്ജു ഫീലിങ്സ് മനസ്സിലുള്ളതും സീക്രട്ട് സൊസൈറ്റിയും ഒരുപാട് ഇതിനെപ്പറ്റി പരാമർശിച്ചു. ഇതിനെപ്പറ്റി എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നതെന്നുള്ളതിന് റിസർച്ച് ചെയ്യുകയും ചെയ്യുന്നു. അപ്പൊ ഈ ആന്റി മഞ്ജുയിസം എന്ന് പറഞ്ഞത് വൈഡായിട്ട് രാജ്യം മുഴുവനും പോപ്പുലേഷന്റെ അല്ലെങ്കിൽ ജനതയ്ക്ക് വിരോധമാണ്. എന്തുകൊണ്ടാണ് വിരോധം വരാൻ കാരണം? അവിടുത്തെ എംപററിന്റെ അല്ലെങ്കിൽ കഴിവില്ലായ്മയാണ്, പവർ അല്ലെങ്കിൽ പവറിനെ മിസ്യൂസ് ചെയ്യാന്നാണ്. അപ്പൊ അങ്ങനെ ഒരു സിസ്റ്റം വന്നതിന് ശേഷം ആന്റി ഫോറിൻ സെന്റിമെന്റ്സിനെ ഒതുക്കുകയും അവരെ പെസൻസ് 19ാം നൂറ്റാണ്ടിൽ 20ാം നൂറ്റാണ്ടിൽ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. ട്രേഡ്, ബിസിനസിനെയും കോമേഴ്സിനെയും ആണ് ആദ്യമായിട്ട് അവര് അറ്റാക്ക് ചെയ്യാൻ തുടങ്ങുന്നത്. കാരണം ബിസിനസ് ചെയ്താൽ പണം വരും, പണമില്ലെങ്കിൽ നമ്മളുടെ ഗവൺമെന്റ് വീക്കാവും. അപ്പോൾ ചൈനീസ് മെർച്ചൻസും ട്രേഡേഴ്സും ഒരു ബോയ്ക്കോട്ട്, അമേരിക്കൻ ഗുഡ്സ് ഷാൻഹായില് നമ്മുടെ ബ്രിട്ടീഷ് ടൈമിൽ നമ്മൾ ബ്രിട്ടീഷ് ഐറ്റംസ് ബോയ്ക്കോട്ട് ചെയ്തില്ലേ, അതേമാതിരി. അപ്പൊ ബോയ്ക്കോട്ട് എന്ന് വെച്ചാൽ ഉപയോഗിക്കാണ്ടിരിക്കുക. മാതിരി എന്തെങ്കിലും അമേരിക്കയുടെ ഇമിഗ്രേഷൻ ലോസിനെയും അവര് ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങി ചൈനീസ് സ്റ്റുഡൻസ്. ഈ സ്റ്റുഡൻസ് ഒരുപാട് പേര് ഇന്ത്യയിൽ കണ്ടമാതിരി തന്നെ ഒരുപാട് സ്റ്റുഡൻസും ഈ ബോയ്ക്കോട്ട് സിസ്റ്റത്തിൽ ജോയിൻ ചെയ്യും. ആ ബോയ്ക്കോട്ട് വഴി അവരുടെ സ്വന്തമായിട്ടുള്ള കാര്യങ്ങൾ സെൽഫ് കോൺഷ്യസ് ഉണ്ടാക്കി നാഷണൽ ലെവലില് നമ്മളുടേതായ കാര്യങ്ങൾ നമ്മൾ നടത്തിച്ചെടുക്കുക.
എന്നൊക്കെ ഒരു സ്പ്രെഡ് ആവണം, പെട്ടെന്ന് സ്പ്രെഡ് ആവുകയാണ്. ആ കാലഘട്ടത്തിൽ അപ്പോൾ 1908 ഒരു ജപ്പാന്റെ ഷിപ്പ് ടാറ്റ്സു മാറു എന്നാണ് പേര്. അത് അവിടെ വരുമ്പോഴത്തേക്കും അതിന്റെ സാധനങ്ങളൊക്കെ ബ്ലോക്ക് ചെയ്യും, അവരോട് കോമ്പൻസേഷൻ ചോദിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ ചൈനീസ് ബോയ്ക്കോട്ട് വളരെ ക്ലിയർ ആയിട്ട് ഓർഗനൈസ് ചെയ്തു. ഈ കച്ചവടക്കാരെല്ലാരും കൂടെ ആ സ്റ്റോക്കിന്, അതായത് ജപ്പാന്റെ സ്റ്റോക്കിന് ഡോക്കില് ഷിപ്പിന്റെ ഡോക്കിൽ നിന്ന് അല്ലെങ്കിൽ ഷിപ്പിൽ നിന്ന് പുറത്തേക്ക് ഇറക്കാൻ പറ്റാത്ത വിധത്തിൽ ഡോക്ക് വർക്കേഴ്സ് അല്ലെങ്കിൽ നാവിക നേവൽ ബേസിൽ അവര് എടുക്കാൻ സമ്മതിച്ചില്ല, ഷിപ്പിനെ അൺലോഡ് ചെയ്യാൻ സമ്മതിച്ചില്ല. അത് മാത്രമല്ല അൺലോഡ് ചെയ്ത് തന്നെ കത്തിച്ചു കളയുകയും ചെയ്തു. അപ്പൊ ഈ ബോയ്ക്കോട്ട് സിസ്റ്റം വളരെ കാര്യമായിട്ട് വരുമ്പോഴത്തേക്കും ചൈനീസിന്റെ സോവർണിറ്റി കൂടുതലായി വരികയാണ്. അപ്പൊ ഇങ്ങനെ വന്നിട്ട് ആന്റി മഞ്ജു നാഷണലിസം ലീഡേഴ്സിന്റെ പൊളിറ്റിക്കൽ മൂവ്മെന്റ്സും ആ സമയത്താണ് നമ്മൾ കാണുന്നത്. സനിയാറ്റ്സന്റെ ഒരു എൻട്രിയും അങ്ങേരുടെ തലത്തിൽ ലീഡർഷിപ്പിൽ റീഫോമേഴ്സും റെവല്യൂഷണറീസും ഒന്നിച്ചു ചേരുകയും ചെയ്യുന്നു. അപ്പോ 12ാം നൂറ്റാണ്ട്, അതായത് 20ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ കൊണ്ടുവരുന്ന കുറച്ചായിട്ട് അവര് ചൈനയുടെ എങ്ങനെ കൊണ്ടുവരണം എന്നുള്ളതാണ് ഓർഡർ ഉണ്ടാക്കുകയാണ്, റെവല്യൂഷണറി ഓർഡർ ഉണ്ടാക്കുകയാണ്. ആർഡറില് റീഫോമേഴ്സ് എന്ന് വെച്ചാൽ വിപ്ലവകാരികൾ. അഡ്വക്കേറ്റ് എന്താ ചെയ്യുന്നവര് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു ഭരണഘടനാപരമായ മൊണാർക്കി ഉണ്ടാക്കണം. അടുത്തതായിട്ട് പറയുന്നത് റെവല്യൂഷണറീസ് റാഡിക്കൽ ആയിട്ടുള്ള മഞ്ജൂസിന്റെയും ഈ വിദേശ ഭരണാധികാരം നിർത്തണം എന്നുള്ളതാണ് ഇവരുടെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം. അങ്ങനെ അതിനെ ഈ കൊളാപ്സ് ചെയ്യുന്നു, ക്വിങ് ഡൈനാസ്റ്റിനെ കൊളാപ്സ് ചെയ്ത് ഇമ്പീരിയൽ കൊളാപ്സ് ചെയ്യാനാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഇനി റീഫോമേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ പരിഷ്കാരം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? പരിഷ്കാരം ചെയ്ത് എടുക്കുമ്പോഴത്തേക്കും ക്ലാസിക്കൽ ആയിട്ടുള്ള പരിഷ്കാരം എന്തായിരിക്കും? ലിയാങ് ചോങ് ആണ് അതിന്റെ ലീഡർ. ആ ലീഡർ ആ സമയത്ത് അവിടെ നിന്ന് ജപ്പാനിലേക്ക് ഓടിപ്പോകുന്നു. ഈ ലിയാങ് ചോങ്ങിന്റെ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ അവരുടെ ജനറേഷൻ ചൈനീസ് യൂത്ത് അതുവഴി അവർ ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു ചേഞ്ചസ് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുകയും സന്യാറ്റ്സൺ ആ സമയത്ത് ഈ ചൈനീസിന്റെ ആൾക്കാരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അവർക്ക് മനസ്സിന്റെ ധൈര്യം കൊടുക്കുകയും ചെയ്യുന്നു. ഇതിനു ശേഷം പൊളിറ്റിക്കൽ ആക്ടിവിറ്റീസും സന്യാറ്റ്സണും കൂടെ ഒരു റീഫോം, റാഡിക്കൽ ആയിട്ടുള്ള ഒരു ചേഞ്ചസ് ഉണ്ടാക്കി 1907 ഒരു ചെങ് മെൻ ഹി പൊളിറ്റിക്കൽ കൾച്ചറൽ അസോസിയേഷൻ എന്ന് പറയാം, അതുണ്ടാക്കി. ഒരു കണ്ടം ഉണ്ടാക്കി, ഒരു ഓർഗനൈസേഷൻ ഉണ്ടാക്കി. ആ ഓർഗനൈസേഷൻ വഴി അവർ പറയുന്നത് അഡോപ്ഷൻ, ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ, ഒരു പാർലമെന്റ്, ഒരു ക്യാബിനറ്റ്, ഒരു ഇൻഡിപെൻഡന്റ് ആയ ജുഡീഷ്യറി, നിയമത്തിൽ ആരും കൈ പാടില്ല, ആരെയും ഒരു ഗവൺമെന്റും ഒരു പാർലമെന്റും നിയമ വ്യവസ്ഥയെ കൈകടത്താൻ പാടില്ല. അതാണ് ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറിന്റെ അർത്ഥം. അതുകൂടാതെ അതാത് സ്ഥലങ്ങളിൽ ഗവൺമെന്റിന് പ്രൊവിൻഷ്യൽ ഓട്ടോണമി, ഇതാണ് അവരുടെ ഡിമാൻഡ്. അങ്ങനെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ മൊണാർക്കി ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്നു. ഈ ശ്രമം ചെയ്തതിന് ശേഷം അങ്ങനെ വരുന്ന ഒരു മൊണാർക്കിനെയാണ് നമ്മുടെ എൻലൈറ്റൻ മൊണാർക്കി എന്ന് പറയുന്നത്. ഇതിന്റെ കൂടെ തന്നെ അപ്പോൾ പൊളിറ്റിക്കലായിട്ട് നമുക്ക് കാണാൻ പറ്റും ചൈനീസ് കുറച്ചു പേരൊക്കെ ഇഗ്നറന്റ് ആണ്, അതായത് നമ്മളുടെ കഴിവിനെ പറ്റി നമുക്ക് അറിയാത്ത കുറെ ആൾക്കാരുണ്ട്. അപ്പൊ അവർക്കൊന്നും ഇതിനെപ്പറ്റി ഒന്നും മനസ്സിലാവുന്നുമില്ല. അങ്ങനെ 1911 റെവല്യൂഷൻസ് അല്ലെങ്കിൽ വിപ്ലവ സമയത്ത് ചൈനീസിന്റെ യങ് ബ്ലഡായ ജനതയും പൊതുജനതയും റാഡിക്കൽസും കൂടെ ലിയാങ് കിയോ അവരുടെ റിസർവേഷനില് അവർ ഉണ്ടാക്കിയെടുക്കുന്നു. ഒരു ഗവൺമെന്റിന് വേണ്ടി ഒബ്ജക്റ്റീവ്സ് ആയിട്ട് ചൈനയുടെ ഉത്പാദനം അല്ലെങ്കിൽ ഉയർച്ചയാണ് അവര് ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മൾ പരാമർശിക്കാൻ പോകുന്നത് വെച്ചാല് റെവല്യൂഷണറീസ് ആണ് പറയുന്നത്. അപ്പൊ സന്യാറ്റ്സൺ ആണ് ഒരു ഐഡിയൽ വിപ്ലവകാരി എന്ന് പറയാം. റെവല്യൂഷണറീസ് എന്ന് വെച്ചാൽ വിപ്ലവകാരി. അങ്ങേര് 1866 മുതൽ 1925 വരെയാണ് റാഡിക്കൽ ഡിമാൻഡ്
ഈ ക്വിങ് ഗവൺമെന്റിനെ മാറ്റണം. അതിനുശേഷം അവരൊരു പുതിയതായിട്ടുള്ള ഒരു സ്ട്രക്ചർ ആ റിപ്പബ്ലിക്കൻ അല്ലെങ്കിൽ റിപ്പബ്ലിക്കൻ ഫോം ഓഫ് ഗവൺമെന്റ് കൊണ്ടുവരണമെന്ന് വരുന്നു. അങ്ങനെ കൊണ്ടുവന്ന ശേഷമാണ്, ഒരു വലിയ ഫാമിലിയിലാണ് ജനിച്ചിരുന്നു, നല്ല പഠിത്തമുണ്ട് സണ്യാസന്, ഹൊണോലുലു പോയി പഠിച്ചു, വെസ്റ്റേൺ സ്റ്റൈലില് ഡോക്ടറായിട്ട് വന്നു. ഇതിനുശേഷം പുള്ളി തായ്പാങ് സൊസൈറ്റിയിലും സീക്രട്ട് സൊസൈറ്റിയിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. അതിനുശേഷം പുള്ളി ഒരു ഓർഗനൈസേഷൻ ഉണ്ടാക്കുന്നുണ്ട്, സന്യാസൻ ഒരു ഓർഗനൈസേഷൻ, റിവൈവ് ചൈന സൊസൈറ്റി എന്നാണ് അതിന്റെ പേര്. അങ്ങനെ ഉണ്ടാക്കിയെടുത്തു. വെസ്റ്റേൺ വേയില് ആ പാശ്ചാത്യ മാതിരിയുള്ള സിസ്റ്റംസ് ഇവിടെ കൊണ്ടുവരിക്കാനും അതേമാതിരി അവർക്ക് ട്രെയിനിങ് കൊടുക്കാനും ഒക്കെ ശ്രമിക്കുകയും ചെയ്തു. അപ്പൊ ഈ ചൈനയുടെ ഉദ്ദേശശുദ്ധി 19ാം നൂറ്റാണ്ടിൽ കൂടുതലാക്കുകയും അവിടെ വളരെ വിശദീകരിച്ചിട്ടുള്ള വ്യത്യാസങ്ങൾ കൊണ്ടുവരികയും ചെയ്യുന്നു. തോങ് മുങ്ഹായ് എന്ന് പറയും അതിന് ഐഡിയോളജി. എന്താ ഈ ഐഡിയോളജി വെച്ചാല്, സന്യാസന്റെ പ്രവർത്തനങ്ങളെ അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ആൾക്കാർ പിടിക്കാൻ വരുമ്പോ സന്യാസൻ ജപ്പാനിലേക്ക് പോവുകയാണ്. അതിനുശേഷം അവിടെ ഇരുന്നുകൊണ്ടും ബാക്കിയുള്ള സീക്രട്ട് സൊസൈറ്റി വഴി ഇവർക്ക് ഐഡിയാസ് കൊടുക്കുകയും അതേമാതിരി 20ാം നൂറ്റാണ്ടിൽ സീക്രട്ട് സൊസൈറ്റി വഴി തന്നെ പിന്നെയും ഈ പേട്രിയോട്ടിക് സ്റ്റഡീസ്, സ്വന്തം രാജ്യത്തിനെ സ്നേഹിക്കാനുള്ള പേട്രിയോട്ടിക് സ്റ്റഡീസിനെ പറ്റിയും ഒക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് ഒരു സൊസൈറ്റി ഉണ്ടാക്കുന്നു. ആ സൊസൈറ്റിയുടെ പറയാണ് ചൈന റിവൈവൽ സൊസൈറ്റി. ആ റിവൈവൽ സൊസൈറ്റി വഴി അവരുടെ പോരായ്മകളും നേതാക്കന്മാരുടെ പോരായ്മകളും എല്ലാം മനസ്സിലാക്കുകയും എന്തൊക്കെ ചെയ്യണമെന്ന് വ്യത്യാസങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നു. ഇതിനുശേഷം തോങ് മുൻഹായ് എന്ന് പറഞ്ഞിട്ട് ഒന്ന് ഉണ്ടാക്കുകയും അതിലെ റിവൈവ് ചൈന സൊസൈറ്റി, ചൈന റിവൈവൽ സൊസൈറ്റി, ഗാൻഫ്രൈ റെസ്റ്റോറേഷൻ സൊസൈറ്റി, ഇങ്ങനെ ഒരു ഓർഗനൈസേഷൻ ഉണ്ടാക്കി. ഇതിന്റെ പേരാണ് തോങ് മുനായ് എന്ന് പറയും. ഇതിലെ പല ചെറിയ ഗ്രൂപ്പുകളുണ്ട്. അവരുടെ എയിമും അവരുടെ ഗോൾസും ഒരുമിച്ച് കൊണ്ടുപോവുക, ഒരുമിച്ചുള്ള സാഹോദര്യം കൊണ്ടുപോവുക എന്നുള്ളതാണ് അതിന്റെ ഉദ്ദേശം. ആ ഓത്തെടുത്തിട്ട് അവര് ഒരുമിച്ച് നിന്ന് വർക്ക് ചെയ്യാം എന്നുള്ളതായിരുന്നു റവല്യൂഷണറി ആർമിയുടെ പ്ലാൻ. അപ്പൊ അതിനുശേഷം എന്താ നമ്മൾ കാണുന്നത് വെച്ചാൽ, അവര് ബേസിക് ആയിട്ട് ചില ഉദ്ദേശങ്ങൾ അല്ലെങ്കിൽ എയിം, ഗോൾസ് ഉണ്ടാക്കുന്നു. ആദ്യമായിട്ട് എന്താണ് അവർ പറയുന്നത്, നമുക്കൊരു റിപ്പബ്ലിക് ഉണ്ടാക്കണം. രണ്ടാമതായിട്ട് അവർ പറയുന്നത് ഒരു സമുറായ് സൊഹായ് എന്ന് പറയും. അതായത് 3 പീപ്പിൾ പ്രിൻസിപ്പിൾസില് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുക. അതായത് ഈ 3 പ്രിൻസിപ്പിൾസ് എന്ന് വെച്ചാൽ എന്താന്ന് വെച്ചാല്, 1 നാഷണലിസം, 2 ഡെമോക്രസി, മൂന്നാമതായിട്ട് പറയുന്നത് ചൈനയിലത്തെ ആൾക്കാരുടെ ലൈവ്ലിഹുഡ്, ജീവിതമാർഗം, അതിനെ നമുക്ക് വേണമെങ്കിൽ സോഷ്യലിസം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ ഇത് മൂന്നുമായിരിക്കണം ഈ സൊസൈറ്റികളുടെ ഉദ്ദേശം അല്ലെങ്കിൽ എയിം എന്ന് പറയാം. അപ്പൊ ഇങ്ങനെ ഈ നാഷണലിസം ഉണ്ടാക്കിയെടുത്തു. അതിനുശേഷം ഓപ്പൺ ആയിട്ട് ആന്റി മഞ്ജു ഡൈനാസ്റ്റിനെ പറ്റി പരാമർശിക്കുന്നു. എന്തുകൊണ്ടൊക്കെയാണ് ഇങ്ങനെ ഇമ്പീരിയലിസ്റ്റ് സ്റ്റൈലിലേക്ക് എത്തിയെന്ന് പറയുന്നു. ഡെമോക്രസി അല്ലെങ്കിൽ ജനാധിപത്യം ഉണ്ടാക്കാനും റിപ്പബ്ലിക്കൻ തരത്തിലുള്ള ഒരു ഭരണഘടന പരിഷ്കരണം കൊണ്ടുവരാനും, എല്ലാ ആൾക്കാർക്കും ഈക്വൽ ആയിട്ടുള്ള സിറ്റിസൺ ആണ്, എല്ലാവർക്കും ഒരേ വിധത്തിലുള്ള വിധങ്ങൾ കിട്ടണം, പ്രത്യേകിച്ച് എക്സിക്യൂട്ടീവും അങ്ങനെ ആ ഒരു പാർട്ടീഷൻ കൊണ്ടുവരുന്നു. എക്സിക്യൂട്ടീവ്, ലെജിസ്ലേച്ചർ ആൻഡ് ജുഡീഷ്യറി, ഇങ്ങനെ 3 തരമായി വിരിച്ചിട്ട് അതുവഴി നമുക്ക് ഭരണം കൊണ്ടുപോകാനാണ് അവര് ഉദ്ദേശിക്കുന്നത്. അപ്പൊ സന്യാസൻ വന്നിട്ട് ഹെൻറി ജോർജിന്റെ ഐഡിയാസിനെ ഇൻഫ്ലുവൻസിലിരിക്കുന്ന ഒരാളാണ്. അപ്പൊ അങ്ങേരുടെ അഭിപ്രായ പ്രകാരവും എല്ലാം ഈ നമ്മുടെ ഇൻഡസ്ട്രിയലൈസേഷൻ ആയാലും ശരി, സൊസൈറ്റിനെ ഒന്ന് ഓർഗനൈസ് എടുക്കാനുള്ള ഒരു തലവൻ എന്നുള്ള ലെവലിൽ അതിനെ കാണുന്നു. അപ്പൊ ഇതിനുശേഷം സെക്കൻഡ് ആയിട്ട് നമ്മൾ കാണാൻ പോകുന്നത്, ഈ റിപ്പബ്ലിക് തലയെടുത്ത ശേഷം അവർക്ക് വേണ്ട വിധത്തിലുള്ള സന്യാസൻ ഒരു അഡ്വക്കേറ്റും കൂടിയാണ്. ലിയോങ് ചോങ് എന്ന് പറഞ്ഞ അഡ്വക്കേറ്റുമായിട്ട് പരിചയപ്പെടുകയും അതിനുശേഷം അവർക്ക് വേണ്ടപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും തോന്നുന്നു. ഇതേമാതിരി തന്നെ ഇവിടെ നേരത്തെ നഷ്ടപ്പെട്ടു പോയിരുന്ന കർഷകന്റെ പ്രോബ്ലം അല്ലെങ്കിൽ കർഷകന്റെ ക്രൈസിസിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് അവർക്ക് ഏതൊക്കെയാണോ പ്രശ്നങ്ങൾ അതൊക്കെ
തീർത്ത് ഒരു നല്ല വിധത്തിൽ കൊണ്ടുപോകണം എന്നുള്ളതാണ് അവർ പറഞ്ഞതിന്റെ ഉദ്ദേശങ്ങൾ. അപ്പോൾ ഈ മേജർ പ്രോബ്ലംസ് നമ്മൾ ഇവിടെ റിപ്പബ്ലിക് എസ്റ്റാബ്ലിഷ്മെന്റ് കാണാൻ വരുന്നത് ആർമിയാണ്. ആർമിയുടെ ആംഡ് റെബല്യൻ അല്ലെങ്കിൽ വിപ്ലവം, ഒരു സ്ട്രാറ്റജി, ഏത് വിധത്തിലുള്ള നയതന്ത്രം എടുക്കണം, ഏതൊക്കെ വിധത്തിലെ എന്തൊക്കെ ചേഞ്ച് ചെയ്യണം, ഇതൊക്കെ കൊണ്ടുവച്ചു. ഇനി ഓരോ പ്രോവിൻസസിലും ആക്റ്റീവായിട്ടുള്ള സൊസൈറ്റീസ് കൊണ്ടുവരിക, അതിനുശേഷം ആംസിനെ സ്മഗ്ലിംഗ് നിർത്തുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുക്കുക. ഏതൊക്കെ തെറ്റായ ഓർഗനൈസേഷൻസ് ഉണ്ടോ, കോർഡിനേഷൻസ് കുറവുണ്ടോ, അതിനെയൊക്കെ ഒന്ന് മാറ്റുക എന്നുള്ളതായിരുന്നു ഉദ്ദേശം. ഇതിനുശേഷം ഇവര് തോങ്മോയ് ഡൈവർജൻസില് ഒരു പാർട്ടികൾ ഉണ്ടാക്കി ലീഡർഷിപ്പ് കൊടുത്ത് സന്യാസൻ ആണ് ലീഡർഷിപ്പായിട്ട് വരുന്നത്. 1911 റവല്യൂഷൻ പൊട്ടിപ്പുറപ്പെടുകയും ഈ മേജർ റവല്യൂഷൻ വഴി റെയിൽവേ റൈറ്റ്സ് എല്ലാം ഷുചാങ് പ്രോവിൻസിലെ റെയിൽവേ റൈറ്റ്സ് എടുക്കുന്നു, ഷുവാങ് ആർമി ഉണ്ടാക്കുന്നു, അതേമാതിരി ക്വിങ് ഗവൺമെന്റ് കൊളാപ്സ് ആവുന്നു. ഇനി ഈ ഷുവാങ് റെയിൽവേസിനെ പ്രൊട്ടക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവര് 1911 മെയ് 9 ഒരു അനൗൺസ്മെന്റ് ആണ്, നാഷണലൈസേഷൻ. എല്ലാ റെയിൽവേസിനെയും നാഷണലൈസേഷൻ കമ്പനി ഉണ്ടാക്കുന്നു. അതേസമയം ഈ ഫോറിൻ ലോൺ 60,000 പൗണ്ട് എടുത്തിട്ടാണ് അത് ചെയ്യുന്നതും. ഇത് കൂടാണ്ട് വലിയ പ്രൊവിൻഷ്യൽ കമ്പനി ഉണ്ടാക്കി അത് കൂടെ റെയിൽവേ ലൈൻ ബിൽഡിംഗ് ഉണ്ടാക്കുന്നു. അതേമാതിരി തന്നെ ഇവരുടെ ഇൻറ്റൻഷൻ കോമ്പൻസേഷൻ കൊടുക്കുന്നു. കൂടാണ്ട് റീഫോംസ് പേട്രിയോട്സിന്, അതായത് നമ്മളുടെ രാജ്യത്തിൽ സ്നേഹമുള്ള ആൾക്കാർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നു. ഇനി ഈ റെയിൽവേ പ്രൊട്ടക്ഷൻ ലീഗ് വഴിയും ഇവരെ പ്രൊവിൻഷ്യലായിട്ട് കൂടുതലായിട്ട് ആൾക്കാർക്ക് സഹായിച്ചു കൊടുത്തുകൊണ്ട് പോകുന്നു. ഇതിനുശേഷം നമ്മൾ കാണാൻ പോകുന്നത് വീച്ചുങ് റെബല്യൻ ആണ്. ഈ വീച്ചുങ് റെബല്യൻ എന്ന് പറയുന്നത് 1911 10 ഒക്ടോബർ ആണ്. 10 ആണ് പറയുന്നത്. അതിന് സെലിബ്രേഷൻസ് കൊണ്ടുവന്ന് ട്രഡീഷണൽ ആയിട്ട് അതിന് അങ്ങനെയാണ് അവർ കൊണ്ടിരിക്കുന്നത്. ഇതിലുള്ള ആർമികള് പുതിയ മെമ്പേഴ്സ്, ന്യൂ ആർമിയിലെ മെമ്പേഴ്സ് ആണ് വരുന്നത്. അവരെല്ലാവരും കൂടെ ജോയിൻ ചെയ്ത് ലിറ്റററി സൊസൈറ്റി ഉണ്ടാക്കുകയും ഈ ലിറ്റററി സൊസൈറ്റി വഴി സീക്രട്ട് പ്രിപ്പറേഷൻസ് നടത്തി ഈ ഒക്ടോബർ 1911 റവല്യൂഷൻ നടക്കുന്നു. ഒരു ബോംബ് എക്സ്പ്ലോഡ് ആകുന്നു കോമൺ അഡ്വാൻസ്മെന്റില്. പോലീസിന്റെ ബറ്റാലിയൻ 4 ബറ്റാലിയനിൽ അറ്റാക്ക് ഉണ്ടാവുന്നു. അപ്പൊ കമാൻഡർ അവിടെ നിന്ന് റിച്വാങ് അവിടെ നിന്ന് ആർമി വിട്ടു പോവുകയും ചെയ്യുന്നു. ഇതിനുശേഷം നമുക്ക് പുതിയതായിട്ട് വരുന്നത് ലീ ചുവാങ് എന്നുള്ള ബ്രിഗേഡിയർ കമാൻഡർ ആണ്. ആ കമാൻഡറെ പ്രഷറൈസ് ചെയ്തിട്ട് പോസ്റ്റിന്റെ ഹെഡായിട്ട് വരികയും ബാക്കിയുള്ള റെസ്പോൺസിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്നു. ഇനി ഡിക്ലറേഷൻ ആണ്. ഇത് 2 രാജ്യങ്ങളും തമ്മിലുള്ള അല്ലെങ്കിൽ പ്രൊവിൻഷ്യൽ ആയിട്ടുള്ള അതാത് കാലഘട്ടത്തിലെ പ്രോവിൻസ് എന്ന് വെച്ചാൽ സംസ്ഥാനങ്ങൾ എന്ന് പറയാം. ആ സംസ്ഥാനങ്ങൾ ഹുബി, ഹെനാൻ, ഷാൻസായ് ഇതൊക്കെ സ്വന്തമായിട്ട് ഇൻഡിപെൻഡന്റ് ആയിട്ട് ഡിക്ലറേഷൻ നടത്തിയെടുക്കുന്നു. ഇനി സോഷ്യലായിട്ടും പ്രൊവിൻഷ്യലായിട്ടും ഈ ഡിക്ലറേഷന് ശേഷം സീക്രട്ട് ആർമീസ് കൊണ്ടുപോവുകയും അവര് ക്വിങ് റെസ്പോൺസിന്റെ ഗവൺമെന്റിൽ വരുമ്പോൾ അവിടെ എന്താ നടക്കുന്നത് വെച്ചാല് യൂണിറ്റ്സിലെ ബീജിംഗ് ആർമി ഉണ്ട്, ഷെൻഘായ് ഉണ്ട്, റെബലിയൻസ് ഉണ്ട്. അതിനുശേഷം നമുക്ക് ഇനി ചൈനീസിന്റെ റിപ്പബ്ലിക് വരികയാണ്. ഈ ചൈനീസ് റിപ്പബ്ലിക് വന്നു കഴിഞ്ഞാൽ അവരുടെ സീരിയസ് ആയിട്ട് ചേഞ്ചസ് കൊണ്ടുവരുന്നു. സന്യാസൻ ആണ് ഫസ്റ്റ് പ്രസിഡന്റ് ആയിട്ട് വരുന്നത്. ചൈനീസ് റിപ്പബ്ലിക്കിന്റെ ഫസ്റ്റ് പ്രസിഡന്റ് ആയിട്ട് വരുന്നത് സന്യാസൻ ആണ്. അതിനുശേഷം ആർമീനെ ഇറക്കുന്നു. അത് ഫുൾ ഫ്ലഡ്ജ് ആയിട്ട് ഫേവറേറ്റീസം കൊണ്ടുവരികയും അപ്പൊ നാൻകിങ് ഗവൺമെന്റ് ഒരു അബ്ഡക്ഷൻ മഞ്ജു ഡൈനാസ്റ്റീസ് കൊണ്ടുവന്നു. മാൻഡേറ്ററി ആയിട്ട് പവർഫുൾ ആവും. ഇതിനുശേഷം നമുക്ക് ഇതിന്റെ പരിണാമമായിട്ട് എന്താണ് വരുന്നത് വെച്ചാൽ ഈ റവല്യൂഷൻസ് വന്ന ശേഷം പാർലമെന്ററി ഗവൺമെന്റിലേക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തെടുക്കാനുള്ള ഒരു ശ്രമമാണ് അവിടെ നടക്കുന്നത്. 1913 ആദ്യത്തെ പാർലമെന്ററി റിപ്പബ്ലിക്കൻ ചൈന നടത്തുകയും അതിൽ ജയിച്ചിട്ടുള്ള 3 പാർട്ടീസ് ദ കുമിൻതാങ് പാർട്ടിയാണ് ഫോം ചെയ്യുന്നത്. അതിനുശേഷം അവര് പാർട്ടികൾ ഉണ്ടാക്കിക്കൊണ്ടെന്ന് ഗവൺമെന്റ് ഓട്ടോണമി ചോദിക്കുന്നു. യുഹാന്റെ വലിയ ഒരു അഭിപ്രായ വ്യത്യാസം വരികയും സെക്കൻഡ് റവല്യൂഷൻ വരുന്നു. ഇതിന് ശേഷം ലാസ്റ്റ് ആയിട്ട് നമ്മൾ കാണാൻ പറ്റുന്നത് ഈ റവല്യൂഷൻസ് എല്ലാം കൂടെ ഒരുമിച്ചാക്കുകയും അച്ചീവ് ചെയ്ത മൊണാർക്കിക്കൽ സിസ്റ്റത്തിനെ
റീപ്ലേസ് ചെയ്തിട്ട് നമ്മൾ റിപ്പബ്ലിക് ആയിട്ട് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഈ റവല്യൂഷണറി വിപ്ലവകാരികൾ എന്ന് പറയുന്നവരുടെ ഇന്റലക്ച്വൽ ഉപയോഗിച്ചിട്ട് സോഷ്യൽ ബേസ് ആയിട്ടും നമ്മൾ ചൈനയുടെ അഭിപ്രായങ്ങൾ, ചൈന ഒരു പതുക്കെ പതുക്കെ അത് വലിയൊരു രാജ്യമായി വരികയും അത് പുതിയതായിട്ടുള്ള കാരണങ്ങൾ കണ്ടുപിടിച്ച് അവർ വരുന്നു. ഇനി അടുത്ത ചാപ്റ്ററിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്, 8ാമത്തെ ചാപ്റ്റർ നമ്മൾ പറയുന്നത് എന്തുകൊണ്ടാണ് ഈ 1911 ഉണ്ടായ വിപ്ലവം തോൽക്കാൻ കാരണം അല്ലെങ്കിൽ ഫെയിലിയർ ആവാൻ കാരണം. അങ്ങനെയാണ് ഇതിന്റെ കാരണങ്ങളായിരിക്കും ഈ ലെവലിൽ ഈ 8ാമത്തെ ചാപ്റ്ററിൽ നമ്മൾ പറയാ. 8ാമത്തെ ചാപ്റ്റർ നമ്മൾ പറയുന്നത് ചൈനയെ ആ സമയത്ത് ഫസ്റ്റ് വേൾഡ് വാർ തുടങ്ങിയ സമയമാണ്. 12ലാണ് ഫസ്റ്റ് വേൾഡ് വാർ തുടങ്ങുന്നത്. അപ്പൊ ചൈനയുടെ ഇൻഫ്ലുവൻസും ചൈനയെ കൊണ്ടും അവരുടെ സീക്രട്ട് സൊസൈറ്റി മുഖാന്തരം ആ ലീഡേഴ്സ്, കുമിൻതാങ് പാർട്ടിയുടെ ലീഡേഴ്സ്, ഇവരെന്താ ചെയ്യുന്നത് വെച്ചാൽ ഇവിടത്തെ ചൈനയുടെ ഇൻവോൾവ്മെന്റ് പാർട്ടിയില് വേൾഡ് വാറിൽ വരുന്നു കാണും. ഈ പുതിയതായിട്ടുള്ള ആൾക്കാരെയൊക്കെ കൂട്ടി അവര് ചൈനയുടെ വാറ് അവർ സപ്പോർട്ട് ചെയ്യാണ്. വെസ്റ്റേൺ അല്ലെങ്കിൽ പാശ്ചാത്യരെ സഹായിക്കുകയും ആ സഹായം വഴി വേൾഡ് വാറിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ട ഒരു കണ്ടീഷൻ ചൈനയ്ക്ക് വരുന്നു. അപ്പൊ അങ്ങനെ വന്നു കഴിയുമ്പോൾ ചൈനയുടെ ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ടുള്ള വ്യത്യാസങ്ങൾ കാണാൻ നമുക്ക് സാധിക്കും. 70,000 മെമ്പേഴ്സ് ഒക്കെയാണ് പറയുന്നത്. ലാർജ്, വളരെ ഒരുപാട് കൂടുതൽ ഡോമിനേഷൻ ഉണ്ട് ഫോറിൻ കൺട്രികൾ അവിടെ. അപ്പൊ അവർക്ക് അതിന് നമ്മൾ എന്താ പറയാ, യുദ്ധലോഡിസം എന്ന് പറയാം, അല്ലെങ്കിൽ വാർ ലോഡിസം എന്ന് പറയാം. യുദ്ധത്തിൽ സ്ഥാനങ്ങളുള്ളവരെന്നാണ് അതിന്റെ അർത്ഥം. അപ്പോ ഷുവാൻ ഷിക്കിയാണ് ഈ ഇതിന്റെ വാർ ലോഡിസം അല്ലെങ്കിൽ യുദ്ധത്തിന്റെ ലീഡർ എന്നുള്ള ലെവലിലേക്ക് വരുന്നത്. അങ്ങേരെ ഒരു ആർമി ഉണ്ടാക്കിയെടുക്കുന്നു. ആ ആർമി വഴി ഇവിടെ ചൈനീസിന്റെ പൊളിറ്റിക്സും ചൈനീസിന്റെ ബിൽഡ് ചെയ്തിട്ടുള്ള ഒരു ആർമി, സ്വന്തമായിട്ടുള്ള ആർമി ഉപയോഗിക്കുകയും ആ ആർമി വഴി റീഫോമേഴ്സിനെ കൊണ്ടുപോവുകയും അതേമാതിരി തന്നെ ഇവരെ കൊണ്ട് തന്നെ ഈ വാറിൽ അല്ലെങ്കിൽ യുദ്ധത്തിൽ പാർട്ടിസിപ്പേഷനുള്ള കാര്യങ്ങൾ കൊണ്ടുവരുന്നു. അപ്പോൾ നമ്മൾ ഇവിടെ കാണുന്ന സാധാരണ ആൾക്കാർ വാറിൽ അല്ലെങ്കിൽ യുദ്ധത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു കണ്ടീഷനാണ് വരുന്നത്. ഇവിടെ നമ്മൾ കാണാൻ പറ്റുന്നത് പഴയതും പുതിയതുമായ ടെക്നിക്കുകൾ മാറ്റുകയും പുതിയതായിട്ടുള്ള ഓഫീസേഴ്സിനെ കൊണ്ടുവന്നിട്ട് അവർക്ക് ട്രെയിനിങ് കിട്ടിയിട്ടുണ്ടല്ലോ, മോഡേൺ മിലിറ്ററി ട്രെയിനിങ് കിട്ടിയിട്ടുണ്ട്, അവർ കൊണ്ടും ഇവർ ആർമിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യിക്കാൻ പറ്റുന്നു. ശേഷം നമ്മൾ കാണാൻ പറ്റുന്നത് പവർഫുൾ ആയി കൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്ന ലീഡേഴ്സിന്റെയും 1920 സിലാങ്ങി ഫെറ്റിയൻ ക്ലിക്സ് അവര് ഒരു ഗവൺമെന്റ്, ബീജിംഗ് ഗവൺമെന്റ് ഉണ്ടാക്കുകയും ഈ പവറിനെ മുഴുവനും അവിടത്തെ പ്രോവിൻസ് അല്ലെങ്കിൽ രാജ്യങ്ങൾക്ക് മാറുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ ഇങ്ങനത്തെ ഈ സിസ്റ്റം വരുമ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കേണ്ടത് ഈ ഡിസോർഡർ ആണ്. ആ കൺട്രി മുഴുവനും ഡിസോർഡർ ആയി കഴിഞ്ഞപ്പോൾ യുദ്ധത്തിൽ യുദ്ധവീരന്മാരെന്നുള്ളവര് കൂടുതലായിട്ട് അവര് സ്ഥാനം എടുക്കാനും അവരെ ടാക്സേഷൻ കൂട്ടാനും അവരെ എല്ലാ വിധത്തിലും അവരെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ തുടങ്ങി. അതേസമയം ഒരൊറ്റ ഡിസ്ട്രിക്റ്റിൽ തന്നെ 153 അമേരിക്കൻ ഇൻഡിവിജ്വൽസും അമേരിക്കൻ സിറ്റിസണും, അതായത് യുദ്ധം വരുമ്പോൾ അവിടെ നിന്ന് സാധനങ്ങൾ കടത്തുക, അങ്ങനത്തെ ബാൻഡറി കാര്യങ്ങളും ഒക്കെ വരുന്നു. ഇപ്പൊ ഈ ചൈനയുടെ വാറിന് ഈ എക്സാമ്പിൾ ആണെന്ന് വരുന്നപ്പോഴത്തേക്കും ചൈനയുടെ അമേരിക്കൻ പൈലറ്റ്സ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അവര് ആർമി ബോംബേഴ്സ് കൊണ്ടുവരികയും ചൈനീസിന്റെ ഡിമാൻഡ് അനുസരിച്ച് ഗൺസ് ഒക്കെ ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവരികയും ഒക്കെ ചെയ്തു. ഈ ആംസ്, അതായത് ഗൺസ് എല്ലാവർക്കും വേണമെങ്കിൽ മേടിക്കാം എന്നുള്ള ലെവലിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ എന്താ പറ്റുന്നത്, ജാപ്പാനും ഇത് തന്നെ യൂട്ടിലൈസ് ചെയ്തു. അവരും ചൈനീസിന് മിലിറ്ററിക്ക് വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുക്കുകയാണ് ചെയ്യുന്നത്. 1916 ജപ്പാൻ ഒരു പോളിസി ഉണ്ടാക്കി, ഫുൾ സപ്പോർട്ട് ദുവാൻ ഖൊറായ്ക്ക് കൊടുക്കുകയും ഇതുവഴി പൊളിറ്റിക്കലായിട്ടും ധനപരമായിട്ടും എക്കണോമിക്കലായിട്ടും അവർക്ക് സപ്പോർട്ട് കൊടുക്കുക, ഫൈനാൻഷ്യലായിട്ട് സപ്പോർട്ട് കൊടുക്കുക ചൈനയ്ക്കും ജപ്പാനും. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇവിടെ ബില്യൺ 150 മില്യൺ yen ആണ് യുവാൻ കൊടുക്കുന്നത് കൺട്രിക്ക്. അപ്പൊ ഈ പൊളിറ്റിക്കൽ സ്വന്തമായിട്ടുള്ള ഒരു മിലിറ്ററിയും സ്വന്തമായിട്ടുള്ള ഒരു സ്ഥാനവും കിട്ടിക്കഴിഞ്ഞപ്പോൾ ഈ രണ്ട് ഗവൺമെന്റ് ഒരു ട്രീറ്റ് സൈൻ ചെയ്യാണ്. ആ സീറ്റില് ജപ്പാന്റെ അടുത്ത് ജപ്പാൻ അഡ്വൈസ് കൊടുക്കും.
ആ അഡ്വൈസ് പ്രകാരം ചൈന ഒരു വാറിൽ അല്ലെങ്കിൽ യുദ്ധത്തിൽ പാർട്ടിസിപ്പേഷനുള്ള ആർമി കൊടുക്കും. ഈ ആർമി മുഖാന്തരം അവർക്ക് ഫസ്റ്റ് വേൾഡ് വാറിൽ അവര് വരുന്നു. അപ്പൊ അങ്ങനെ വന്നതിന് ശേഷം അവര് യൂറോപ്പിലേക്ക് പോവുകയും അവിടെ യൂറോപ്പിൽ യുഎന്റെ മിലിറ്ററി സ്ട്രെങ്ത് കാണിക്കുകയും ചെയ്തു. അപ്പൊ അങ്ങനെ വന്നപ്പോൾ ചൈനയുടെ ഹെൽപ്പ്, ചൈന ഈ വലിയ ഹെൽപ്പാണ് ജപ്പാൻ കാണിച്ചു കൊടുത്തിട്ടുള്ളത്. അത് പൊളിറ്റിക്കലും എക്കണോമിക്കലും ചൈനയ്ക്ക് അത് സഹായമായിട്ട് വന്നു. ഇനി ഇതിന്റെ പരിണാമം എന്താണെന്ന് നോക്കാം. ഇങ്ങനെ വന്നപ്പോൾ ഇവിടെ ഉദ്ദേശം വരുന്നത് മുഴുവനും സാധാരണക്കാർക്കാണ്. സാധാരണക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർഷകന്റെ കാര്യം നോക്കുകയാണെങ്കിൽ കൾട്ടിവേഷൻ നമ്മൾ നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റിലും കണ്ടിട്ടുണ്ട്. ആ ധാന്യങ്ങൾക്ക് പകരം ഓപ്പിയം എന്ന് പറഞ്ഞ ഈ കഞ്ചാവോ ചരസോ അതെന്തായാലും വിരോധമില്ല, ഓപ്പിയം എന്നാണ് പറയാറ്. അതൊരു ക്യാഷ് ക്രോപ്പാണ്. ധാന്യങ്ങൾ വിളയേണ്ട സ്ഥലത്ത് ഈ ഓപ്പിയം കൃഷി ചെയ്യുക. അപ്പോ അവർക്ക് ഫുഡ് ക്രോപ്സിന്റെ ഷോർട്ടേജ് വരും. അത് മാത്രമല്ല, അങ്ങനെ വന്നു കഴിഞ്ഞാൽ കൂടുതലായിട്ടുള്ള ഇറിഗേഷനും ഫ്ലഡ് കൺട്രോൾ ഇല്ലാണ്ട് വരുമ്പോഴത്തേക്കും അവിടെ പുഴകളുടെ അല്ലെങ്കിൽ ഫ്ലഡ് വരികയും, ഇത് മാത്രമല്ല ഇവരെന്താ ചെയ്ത വെച്ചാല് ഈ നമ്മുടെ ആനിമൽസിനെ, അതായത് കർഷകർ ഉപയോഗിക്കുന്ന ആനിമൽസ്, അതായത് കൃഷിക്ക് ഉപയോഗിക്കുന്ന ആനിമൽസിനെ പിടിച്ചുകൊണ്ട് പോവുകയും, അതായത് ട്രൂപ്പ് പിടിച്ചുകൊണ്ട് പോകുന്നു. അപ്പോൾ എന്ത് പറ്റും? അവർക്ക് കൃഷി ചെയ്യാൻ പറ്റില്ല. അങ്ങനെ വരുമ്പോൾ ഇക്കണോമിക്കലി ധനപരമായി അവർ നഷ്ടം വരുമ്പോൾ, അവരുടെ പ്രൊഡക്ടിവിറ്റി കുറയുമ്പോൾ, അവർക്ക് വേറെ നിവൃത്തിയില്ലാണ്ടാവുമ്പോൾ അവർ നോർത്ത് ചൈനയിലേക്ക് മാറി ചെന്നു. അപ്പൊ അങ്ങനെ ഒരു മിസ് ഗവൺമെന്റ് ആണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഇങ്ങനെ ഈ ആയിരക്കണക്കിന് ആൾക്കാർ അവരുടെ രാജ്യങ്ങൾ വിട്ട് പല സ്ഥലത്തേക്ക് മാറിപ്പോവാനും ഈ പല ഘട്ടങ്ങളായിട്ട് മാറിപ്പോവാനും പോകുന്നു. ആ ചൈനയുടെ ആ നാഷണലിസം ക്രിയേറ്റ് ചെയ്ത് അതിന്റെ ഇന്റേണൽ ആയിട്ട് ഒരു അഭിപ്രായ വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ ഡിസ്യൂണിറ്റി എന്ന് പറയാം. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ആകെ മൊത്തം ഒരു പ്രശ്നങ്ങൾ തന്നെയാണ് അവിടെ വന്നത് ഗവൺമെന്റിൽ. ഇനി ജപ്പാന്റെ 21 ഡിമാൻഡാണ് അവർ വെക്കുന്നത്. ജപ്പാന്റെ ഡിമാൻഡ് എന്താന്ന് വെച്ചാൽ 21 ഡിമാൻഡാണ് ചൈനയോട് വരക്കുന്നത്. കാരണം അവര് ഫസ്റ്റ് വേൾഡ് വാറിൽ ഉള്ളവരാണ് ജപ്പാന്റെ 21 ഡിമാൻഡ് എന്തൊക്കെയാന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും, യൂറോപ്യൻ കൺട്രികളും ജപ്പാനിലെ അവരുടെ കൺട്രികളും പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ബിസിനസ്സുകാരാണ്. അപ്പൊ ഇങ്ങനെ വന്നപ്പോൾ ആദ്യത്തെ 4 കമ്പനികൾ അല്ലെങ്കിൽ 4 പവർഫുൾ ആയിട്ടുള്ള കൺസോർട്ടിയം എന്ന് പറയും, ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി, റഷ്യ, ഇവരൊരു അഗ്രിമെന്റ് ഏപ്രിൽ 15 1911 ചൈനയ്ക്ക് ആയിട്ടുള്ള ഒരു സന്ധി സംഭാഷണം മുഖാന്തരം അവര് കൊടുക്കുന്നു. ആ മൊണോപ്പൊളി, എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള മൊണോപ്പൊളി അല്ലെങ്കിൽ അവർക്ക് മാത്രമായിട്ടുള്ള മൊണോപ്പൊളി ഫർണിഷ് ചെയ്യാൻ പറ്റും ചൈനയില് ഫണ്ട് ഉണ്ടാക്കാനും ക്യാപിറ്റൽ ഉണ്ടാക്കാനും. അങ്ങനെ വന്ന ശേഷം ചൈനീസും യൂറോപ്യൻസും മുഖാന്തരം ഇവിടെ പൊളിറ്റിക്കലായിട്ട് കൂടുതലായിട്ട് ഫോംസ് വന്ന് ഈ 21 ഡിമാൻഡ്സിലേക്കാണ് ഞാൻ പോകുന്നത്. ഈ 21 ഡിമാൻഡ്സ് എന്തൊക്കെയാന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ മനസ്സിലാവും. വളരെ എളുപ്പമായിട്ട് അത് പറഞ്ഞു തരാൻ നോക്കാം. കാരണം ഈ 21 ഡിമാൻഡ്സ് എന്തൊക്കെയാന്ന് വെച്ചാൽ ചൈനീസ് പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ്, പൊളിറ്റിക്കൽ, ഫിനാൻഷ്യൽ, മിലിറ്ററി അഡ്വൈസ് അവരുടെ ഗവൺമെന്റിന് ചൈന കൊടുക്കും. ജപ്പാൻ കൊടുക്കുന്ന കണ്ടീഷൻസ്, അതുകൂടാണ്ട് അവർക്ക് ജാപ്പനീസുകാർക്ക് ഇവിടെ കൺസ്ട്രക്ട് ചെയ്യാൻ ഹോസ്പിറ്റൽസ്, സ്കൂൾസ്, ടെമ്പിൾസ് ഒക്കെ കൺസ്ട്രക്ട് ചെയ്യാനുള്ള പെർമിഷൻ ചൈന കൊടുക്കണം. ഇതുകൂടാണ്ട് ജാപ്പനീസ് ഗവൺമെന്റിന് ഇവിടത്തെ, അതായത് ചൈനീസിന്റെ പോലീസ് അഡ്മിനിസ്ട്രേഷനിൽ ഒരു വോയിസ് ഉണ്ടാവും. അവർ പറയുന്നത് ഇവർ കേൾക്കണം. അവരുടെ ആർമിക്ക് ആ പടക്കോപ്പുകൾ ജപ്പാന്റെ പടക്കോപ്പുകളും അല്ലെങ്കിൽ ജപ്പാൻ പറയുന്ന എക്സ്പേർട്സ് പറയുന്ന പടക്കോപ്പുകളും ഉപയോഗിക്കണം. അപ്പൊ ഇങ്ങനെ ഈ റെയിൽവേ കൺസ്ട്രക്ഷൻ ചെയ്തിട്ട് വ്യൂചാങ് ടു ചിയാങ്നൈൽ വരെ അവര് റെയിൽവേ ലൈൻ ഉണ്ടാക്കാനുള്ള പെർമിഷനും ജപ്പാൻ ചൈനയിൽ നിന്ന് മേടിച്ചെടുത്തു. ഇനി അപ്പൊ പരിണാമം വരാറായിട്ടുണ്ട്. ആ സമയത്ത് PCF ട്രീറ്റ് വേഴ്സൈൽസിൽ, അതായത് യുദ്ധവിരാമം വരുന്ന സമയത്ത് ഫസ്റ്റ് വേൾഡ് വാർ
ട്രീറ്റി ആണ് വരുന്നതാണ്. 1918 ട്രീറ്റി വരുന്നത്. 1918 ആണ് ട്രീറ്റി വരുന്നത്. ആ ട്രീറ്റിക്ക് ശേഷം അല്ലെങ്കിൽ ഒരു പാരീസിൽ വേഴ്സൈൽസ് എന്ന് പറയുന്നത് പാരീസിലാണ്. ഈ ട്രീറ്റി ഓഫ് വേഴ്സൈൽസിൽ ചൈനയുടെ ഒരു കമ്മീഷൻ പോവുകയും അതിൽ ആ കമ്മീഷനിൽ 2 റിപ്പബ്ലിക് സൗത്ത് ചൈനയുടെയും ഗവൺമെന്റിന്റെയും ആൾക്കാരുണ്ടാവണം. ഇങ്ങനെ ഓരോ കോൺഫറൻസും അവർ റിസോൾവ് ചെയ്തിട്ട് അവരുടെ ടെറിട്ടോറിയൽ ആയിട്ടുള്ള ഇഷ്യൂസ് ഒക്കെ സ്ട്രെങ്തൻ ചെയ്യാനും ഗവൺമെന്റ് ജപ്പാൻ അവരുടെ പവർ അപ്പർ ഹാൻഡ് ആക്കി എടുക്കാനും ശരിക്കാന്ന് ഇത് നമുക്ക് കാണാൻ പറ്റും. ഇവർക്ക് ഒരു ഷോക്കിംഗ് ന്യൂസ് ആണ് ഈ സമയത്ത് കാണുന്നത്. ഇത് കൂടാതെ നമ്മൾ കാണുന്നത് എന്താ വെച്ചാൽ സീക്രട്ട് അഗ്രിമെന്റ്സ് ഉണ്ട്. ബ്രിട്ടൻ, ഫ്രാൻസ്, ബാക്കിയുള്ളവരെല്ലാം കൂടെ ജർമ്മൻ റൈറ്റ്സ്. ഈ പാരീസില് ചൈനീസിന്റെ അഭിപ്രായങ്ങൾ നെഗോഷിയേഷൻസിന് വലിയ ഒരു 2 ഫാക്ടേഴ്സ് ആണ് അവർ പറയുന്നത്. ആദ്യത്തെ ഫാക്ടർ എന്താ വെച്ചാല് ജപ്പാന്റെ ക്ലെയിം, അതായത് ജപ്പാന്റെ ഡിമാൻഡ്. ഷാൻടോങ് ഏരിയ അവർ സീക്രട്ട് സൊസൈറ്റി ഉണ്ടായിരുന്ന ഏരിയ 1917 ജപ്പാൻ, ബ്രിട്ടൻ, ഫ്രാൻസ് ആൻഡ് ഇറ്റലി അത് അവരുടെ കീഴിൽ കൊണ്ടുവരുന്നു. ഇവർക്കെല്ലാം കൂടെ ഒരു ക്വസ്റ്റ്യൻ ആണ് ചൈനയുടെ എൻട്രി അല്ലെങ്കിൽ ചൈനയുടെ വാറും അതിന്റെ ഡിസ്കഷനും. മൂന്നാമതായിട്ട് നമ്മൾ കാണാൻ പറ്റുന്നത് ഒരു അഗ്രിമെന്റ് ജപ്പാൻ ആൻഡ് ഖുറാൻ ദുവാൻ ഗവൺമെന്റ് ഒരു കണക്ഷൻ കൊടുക്കുന്നു നിഷിഹാര ലോൺസിന്റെ കാര്യത്തിൽ. ഈ ജാപ്പനീസ് ഫൈനാൻഷ്യൽ ഹെൽപ്പ് ദുഹാൻ പ്രോമിസ് ചെയ്തിരിക്കുന്നത് ചൈന വളരെ സമാധാനമായിട്ട് അക്സെപ്റ്റ് ചെയ്യും. അവർക്ക് പ്രപ്പോസൽ ജപ്പാന്റെ പ്രപ്പോസൽസ് മാനേജ്മെന്റ് ആ റെയിൽവേസ് ഷാൻടോങ്ങിലുള്ള റെയിൽവേസ് അത് മാനേജ് ചെയ്യാനുള്ള പവർ കൊടുക്കുകയും ചെയ്തു. അപ്പൊ അങ്ങനെ വരുമ്പോൾ ജപ്പാന്റെ സ്പെഷ്യൽ ഇൻട്രസ്റ്റ് ഷാൻടോങ് ഏരിയയിലേക്ക് തിരികെയും അവിടെ അവര് ഒരു ഔട്ട്റൈറ്റ് ആയിട്ടുള്ള ഒരു ട്രീറ്റി സൈൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി ഈ ട്രീറ്റിയുടെ കാര്യത്തിൽ ചൈനീസിന്റെ ട്രീറ്റി അവരെന്താ വിചാരിച്ചാല് ഒരു ഫോറിൻ ട്രൂപ്പ്, ഫോറിൻ പോസ്റ്റ്, ടെലിഗ്രാഫ്, ജൂറിസ്ഡിക്ഷൻ, എക്സ്ട്രാ ടെറിട്ടറി സ്ഥലങ്ങള്, ലീസായ ടെറിട്ടറി, കൺസെഷൻസ്, ടാരിഫ് ഇതെല്ലാം ഉണ്ടാവുന്നു. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ആദ്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ചൈനയുടെ ലേബർ ഹ്യൂജ് ലേബറാണ്. ചൈനയിലെ പോപ്പുലേഷൻ കൂടുതലാണ്. അപ്പോൾ ലേബർ ഫോഴ്സിനെയാണ് ഈ ഫ്രണ്ടിന്റെ ഉണ്ടാക്കുന്നത്, അതായത് യുദ്ധത്തില് ഫ്രണ്ടിലേക്ക് കൊണ്ടുവരുന്നത്. ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ചൈനീസിന്റെ സ്റ്റുഡൻസിന് ഇത് മനസ്സിലാക്കാൻ തുടങ്ങുകയും അവര് ഒരു മൂവ്മെന്റ് ഉണ്ടാക്കിയെടുക്കുന്നു. ആ മൂവ്മെന്റ് പേരാണ് ദ May 4th മൂവ്മെന്റ്. ഈ May 4th മൂവ്മെന്റിൽ കൂടെ ഈ അവിടത്തെ ആൾക്കാർ, അതായത് ചൈനീസ് അവരുടെ ഫിലോസഫി, എഡ്യൂക്കേഷൻ, പൊളിറ്റിക്സ് അതിനെ എല്ലാത്തിനെയും ഒന്ന് റിവൈവ് ചെയ്യാനും അവരുടെ ചൈനീസ് കൾച്ചറൽ ലിറ്ററിയും ചൈനീസ് കൾച്ചറും കൂടെ ഒരുമിച്ചാക്കാൻ ഒരു എൻലൈറ്റ്മെന്റ് എന്ന് പറയാം, അതിനെ ശ്രമിക്കുകയാണ് ഈ കുട്ടികൾ അല്ലെങ്കിൽ ഈ സ്റ്റുഡൻസ് അല്ലെങ്കിൽ ഈ യൂത്ത്. ഇതിൽ എന്താ വെച്ചാൽ അവര് ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു സൊസൈറ്റി കൊണ്ടിരിക്കും. ഹിസ്റ്ററിയിലും എല്ലാം അവര് 1950 May 4th ഒരു ഫംഗ്ഷൻ കൊണ്ടിരിക്കുന്നു. ഈ May 4th എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ May 4th ഇൻസിഡന്റ് അല്ലെങ്കിൽ അത് അന്ന് നടന്ന എന്താന്ന് വെച്ചാല് എഡ്യൂക്കേഷൻ സിസ്റ്റം ടിനാമൻ സ്ക്വയറിൽ വന്നിട്ട് അവർ പ്രൊട്ടസ്റ്റ് ചെയ്യാണ്. ട്രീറ്റി ഓഫ് വേഴ്സൈൽസിൽ അവർ ചെയ്ത സന്ധി സംഭാഷണത്തിലുള്ള തെറ്റുകളാണ്, എങ്ങനെയാണ് വേൾഡ് വാർ കൺക്ലൂഡ് ചെയ്തെന്നുള്ളതിനെ പറ്റി അവര് പരാമർശിക്കുന്നു. സ്റ്റുഡൻസ് ആണ് പരാമർശിക്കുന്നത്. അപ്പോൾ ആ പരാമർശം മുഖാന്തരം ഇതിലെല്ലാം വില്ലിങ്നെസ് ബ്രിട്ടന്റെയും ഫ്രാൻസിന്റെയും ജാപ്പനീസിന്റെയും എല്ലാ സെന്റിമെന്റ്സും കൂടെ എഗെയിൻസ്റ്റ് ആയിട്ട് ചൈനയുടെ നാഷണൽ ഫീലിങ്സിനാണ് അവർക്ക് വേദന വന്നതും അവര് ആ ട്രീറ്റിയില് ഷാങ്കോങ് ആന്റി ട്രീറ്റി ഉണ്ടാക്കുകയും ഇതിൽ വരുമ്പോ ഇവിടെ May 4th ഇൻസിഡന്റ് അല്ലെങ്കിൽ സ്റ്റുഡൻസിന്റെ പോളിറ്റിക്കലി ഭയങ്കരമായിട്ടുള്ള ഒരു വലിയ നിലയിൽ എത്തുകയും ആ ഇമ്പീരിയലിസത്തിനെ പറ്റിയും സ്റ്റുഡന്റ് മൂവ്മെന്റും നാഷണലിസവും ഇവരുടെ വിദേശ നയമെല്ലാം അവർക്ക് മനസ്സിലാക്കി കൊടുത്തു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ബെയ്ജിങ്ങിൽ ഒരു പ്രോ ജാപ്പനീസ് എലിമെന്റ് ഉണ്ടാക്കി. ഈ പ്രോ ജാപ്പനീസ് എലിമെന്റ് വന്നു കഴിഞ്ഞാൽ ഈ 21 ഡിമാൻഡ് 1900 ഉണ്ടായിരുന്നതും ഈ സീക്രട്ട് സൊസൈറ്റിക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഉണ്ടായതും അതേമാതിരി പാരീസ് കോൺഫറൻസിനും
1918 ഈ പെറ്റീഷൻ ചെയ്തു. പിള്ളേര്, സ്റ്റുഡൻസ്, മർച്ചൻസ് അല്ലെങ്കിൽ കച്ചവടക്കാരെല്ലാം കൂടെ ഒരു പെറ്റീഷൻ ഉണ്ടാക്കുകയും അത് സൈൻ ചെയ്ത് ഗവൺമെന്റിന് സമർപ്പിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഈ ഇഷ്യൂ എന്താ വെച്ചാൽ ട്രാൻസ്ഫറിങ് ആണ്. ഓൾഡ് ഷാൻടോങ്ങിന് ജപ്പാനിൽ കൊടുക്കുന്നതിന്റെ എഗെയിൻസ്റ്റ് ആയിട്ടുള്ള. അപ്പൊ ചൈനയുടെ പ്രപ്പോസൽസും പാരീസ് കോൺഫറൻസിൽ റിജക്റ്റ് ആവും. അപ്പോ പാരീസ് കോൺഫറൻസിൽ റിജക്റ്റ് ആയപ്പോൾ ഇവർക്ക് ഈ വിദേശികളോടുള്ള ദേഷ്യം കൂടുതലാവുകയും ആ കാലഘട്ടത്തിൽ ചൈനയ്ക്ക് ഈ വിദേശി പവറോട് അല്ലെങ്കിൽ വിദേശികളോട് ഒരു സംശയദൃഷ്ടി അവര് കാണുകയും ചെയ്യുന്നു. അപ്പൊ ഈ സംശയങ്ങൾ കാരണം മെയ് 1 മുതൽ 3 വരെയുള്ള മീറ്റിംഗ്സ്, അതായത് ബീജിംഗ് യൂണിവേഴ്സിറ്റിയിലെ കുട്ടികൾ മീറ്റിംഗ്സ് നടത്തുകയും ആ മീറ്റിംഗ്സ് വഴി അവരുടെ അഭിപ്രായങ്ങൾ പറയുകയും ചൈനയുടെ ഇങ്ങനത്തെ ഒരു പ്രശ്നം വരെ അവര് മാസീവായിട്ടുള്ള വളരെ കൂടുതലായിട്ടുള്ള ഡെമോൺസ്ട്രേഷൻ നടക്കുകയും ആയിരക്കണക്കിന് പിള്ളേരും കോളേജുകാരും റോഡിൽ കൂടെ നടന്ന് എല്ലാവരും പീസ്ഫുൾ ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരു അറ്റാക്ക് വരുന്ന സമയത്ത് അത് അവന് ജാപ്പനീസിന്റെ സെന്റിമെന്റൽസിലെ ഫീലിങ്സ് വരികയും അതതിന് അവര് കോർട്ട് വഴി ഡെലിഗേഷൻസിനെ എല്ലാം വാക്കൗട്ട് ചെയ്ത്. അപ്പൊ ഇവരുടെ ചൈനീസിന്റെ പ്രതിനിധികൾ ഈ നെഗോഷിയേഷനിൽ നിന്ന് മാറി നിൽക്കുകയും റിസൈൻ ചെയ്യുകയും പുറത്തേക്കും പോകുന്നു. ഇനി നമ്മൾ കാണാൻ പോകുന്നത് പുതിയതായിട്ടുള്ള പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻസ് ഉണ്ടാകുന്നതാണ്. ഈ 4 തീയതി മെയ് 4 ജൂൺ 28 മുതൽ 1900 മീറ്റിംഗ്സ് നടന്നതിന് ശേഷം കുട്ടികളുടെ റാലിയും കോളീഷൻ ഗവൺമെന്റും ഡെമോൺസ്ട്രേഷനും ഇതെല്ലാം വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ക്ലോസ് ഡൗൺ പറയാൻ പറഞ്ഞു. യൂണിവേഴ്സിറ്റിനെ ക്ലോസ് ചെയ്യണം, ഈ കുട്ടികളെ ഇങ്ങനെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്ന കുട്ടികളെ പറഞ്ഞയക്കണം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ബീജിങ്ങിന്റെ സ്റ്റുഡൻസ് യൂണിയൻ എസ്റ്റാബ്ലിഷ് ചെയ്ത് അവരൊരു ജനറൽ സ്ട്രൈക്ക് കൊണ്ടുവരുന്നു. ഈ ജനറൽ സ്ട്രൈക്ക് വഴി അവരുടെ ഉദ്ദേശങ്ങൾ വീണ്ടെടുക്കുക എന്നുള്ളതാണ് അവരുടെ അഭിപ്രായങ്ങൾ. അപ്പൊ ഇതിൽ ഈ കുട്ടികളുടെ അജിറ്റേഷൻസിൽ അല്ലെങ്കിൽ സ്ട്രൈക്കിൽ അല്ലെങ്കിൽ ഡെമോൺസ്ട്രേഷനിൽ ആ സാധാരണക്കായ മർച്ചന്റ്സും ബിസിനസ്സുകാരും എല്ലാം പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അവർ ഇതിനെ ഒരു വലിയൊരു ഹിസ്റ്റോറിക്കൽ മൂവ്മെന്റ് ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഇനി പുതിയതായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് വരുന്നത്. ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചൈനയിൽ ഉണ്ടാകുന്നു. ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഫിലോസഫറായിട്ട് ബെർട്രാൻഡ് റസ്സൽ വരുന്നു. അങ്ങേര് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് ഈ കാറൽ മാർക്സിന്റെ റൈറ്റിങ്സും ഇതെല്ലാം വെസ്റ്റേൺ ഐറ്റംസ് ഒക്കെ, വെസ്റ്റേൺ ഐഡിയാസ് ഒക്കെ ട്രാൻസ്ലേഷൻ ചെയ്ത് അവിടുത്തെ സ്റ്റുഡൻസിന് മനസ്സിലാക്കി കൊടുത്തിട്ടാണ് ഈ കുമിന്താങ് പാർട്ടി, അതായത് പുതിയതായിട്ടുള്ള ഒരു കുമിന്താങ് പാർട്ടി, അതിന്റെ ലീഡറായിട്ട് സന്യാറ്റ്സൻ വരികയും ആ സന്യാറ്റ്സന്റെ കീഴിൽ 2 ലീഡേഴ്സ് സീക്രട്ട് സൊസൈറ്റി ഉണ്ടാകുന്നു. തൊമെങ്കായ് 1905. അപ്പൊ സന്യാറ്റ്സൻ അൺക്വസ്റ്റ്യൻഡ് ലീഡറായിട്ടാണ് വരുന്നത്. കാരണം അങ്ങേരുടെ മരണം വരെ, അങ്ങേര് 1925 മരണം വരെ അങ്ങേര് തന്നെയായിരുന്നു ഈ കുമിന്താങ് പാർട്ടിയുടെ ലീഡറായിട്ട് ഇരുന്നത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് പാർലമെന്ററി ഡെമോക്രസി എങ്ങനെ കൊണ്ടുവരാമെന്നാണ്. ഈ ഷോങ് ഹെറോങ് എന്നുള്ള ഡിഫറെന്റ് പാർട്ടികളും മറ്റേ കുമിന്താങ് പാർട്ടികളും ചേർന്നിട്ട് അവര് ഒരു പാർട്ടി ഉണ്ടാക്കുകയും ഇതിൽ കൂടെ ഒരു മിലിറ്ററിയിൽ എന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ചാല് ഒരു റീഓർഗനൈസ് ചെയ്തിട്ടുള്ള ഓർഗനൈസേഷൻ. അപ്പൊ തുന്നങ് മനാൻസിലെ വരുന്നതും അതേമാതിരി ഇലക്ഷൻസ് 1912-13 ഇലക്ഷൻസ് നടത്തുന്നു. ഇലക്ഷൻസിൽ കുമിന്താങ് പാർട്ടിയാണ് ജയിച്ചു വരുന്നതും അതേമാതിരി സോങ് ജെറോൺ എന്നുള്ള ആളും ഈ പാർട്ടി സെറ്റപ്പ് ചെയ്യും. ക്വാൻസാങ് സോങ്സിന്റെ അസാസിനേഷനും അത് പാർലമെന്റ് കൺവിൻസ് ചെയ്യുന്നു. ഇതിനുശേഷം നമ്മൾ കാണാൻ പോകുന്നത് എന്താ വെച്ചാല് ഈ സെക്കൻഡ് റെവല്യൂഷൻ 1913 സെക്കൻഡ് റെവല്യൂഷണറും നടത്തുവരികയും അതിനുശേഷം സന്യാറ്റ്സൻ 3 പ്രിൻസിപ്പിൾ ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ് ആണ് പറയുന്നത്. ഒന്നായത് ജനത്തിന്റെ നാഷണലിസം അല്ലെങ്കിൽ ജനാധിപത്യത്തിന്റെ ഡെമോക്രസി വേണം. അതേമാതിരി അവർക്കുള്ള ജീവിത സൗകര്യങ്ങൾ, ലൈവ്ലിഹുഡ് കൊണ്ടുവരിക. ഇതൊക്കെയായിരുന്നു
സന്യാസൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. അതിൽ ആദ്യത്തെ സ്റ്റേജ് ആയിട്ട് വരുന്നത് മിലിറ്ററി ഗവൺമെന്റിന്റെ ഫസ്റ്റ് സ്റ്റേജിൽ മിലിറ്ററി ഗവൺമെന്റ് കൊണ്ടുവരിക, സെക്കൻഡ് സ്റ്റേജിൽ പൊളിറ്റിക്കൽ ആയിട്ടുള്ള പ്രശ്നങ്ങൾ തീർക്കുക. അതിനുശേഷം 1905 ഒഫീഷ്യലായിട്ട് ചൈനീസ് റവല്യൂഷണറി പാർട്ടി ഉണ്ടാക്കിയെടുക്കുകയും അതിനെ 3 കാറ്റഗറി ആയിട്ട് തിരിച്ചു വരുന്നു. ഫൗണ്ടിങ് മെമ്പേഴ്സ്, ആക്റ്റീവ് മെമ്പേഴ്സ്, ഓർഡിനറി മെമ്പേഴ്സ്. അങ്ങനെ പാർട്ടി ഉണ്ടാക്കിയെടുത്ത് ചൈനീസ് റവല്യൂഷണറി പാർട്ടി കൊണ്ടുവരികയും ഷുവാൻ ഷിക്കായിന്റെ ഡെത്തിന് ശേഷം പൊളിറ്റിക്കൽ പാർട്ടി ഡിവിഷൻ ആകുകയും ചെയ്യുന്നു. അപ്പോൾ ഫോർമർ ആദ്യത്തെ ഉണ്ടായിരുന്ന GMT മെമ്പേഴ്സ് ഗ്രൂപ്പായി പൊളിറ്റിക്കൽ സ്റ്റഡി സൊസൈറ്റി, ഗുഡ്സ് ഫ്രണ്ട്സ് സൊസൈറ്റി, ഇങ്ങനെ വിവിധ തരമായിട്ടുള്ള പാർട്ടികൾ ഉണ്ടാകുന്നു. ഇതിനുശേഷം ഇവര് സൗതേൺ പാർട്ടിലേക്ക് മാറിപ്പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾക്ക് കാണാൻ പറ്റുന്നത് എന്താന്ന് വെച്ചാല് ഇവരുടെ ബീജിങ്ങിന്റെ പ്രസിഡന്റ് ആയിട്ടും പാർട്ടി പോവുകയും ചെയ്യുന്നു. ഇതോടുകൂടി നമ്മൾക്ക് ഈ കാലഘട്ടത്തിൽ സന്യാസന്റെ അറ്റംപ്റ്റ് അത്ര വളരെ ക്ലിയർ ആയിട്ട് വന്നു. സന്യാസൻ വ്യത്യാസമായിട്ട് ആലോചിക്കുന്ന ആളാണ്. ആ കാന്റോൺ ബേസിംഗിലേക്ക് കൊണ്ടുപോയിട്ട് ഓർഗനൈസേഷൻ കൊണ്ടുവരുന്നു. അപ്പോൾ ഇതോടുകൂടി ഈ ചാപ്റ്റർ നമ്മൾ നിർത്തുകയാണ്. നന്ദി, നമസ്കാരം.